بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم: ما نحل والد لولد أفضل من أدب حسن. صدق رسول الله صلى الله عليه وسلم. വളരെ ബഹുമാനമുള്ള ഈ മഹല്ലിലെ ഉസ്താദ് സാഖു സഖാഫി നമ്മുടെ കൂടെ ഒരുപാട് കാലം തലപ്പാടി പള്ളിയിൽ ഇമാമും ഉസ്താദുമൊക്കെയായിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം മദനി, മറ്റു ഉസ്താദുമാർ, മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട DI അബൂബക്കർ, ദക്ഷിണ കന്നഡ ജില്ലാ വഖഫ് സഹാബ് സമിതി പ്രസിഡന്റ് അബ്ദുൽ നാസർ ലക്കിസ്റ്റാർ, അബ്ബാസ് അലി മലസ് ഹാജി, മുഹമ്മദ് ഹാജി കണ്ടിക, വേദിയിലുള്ള പള്ളിയിലുള്ള മജ്ലിസിലുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കർണാടക മുസ്ലിം ജമാഅത്ത് കൽക്കട്ട യൂണിറ്റ് വിദ്യാർത്ഥി പോഷകര സമാവേശ സന്മാന സമാരംഭ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ നല്ലൊരു പരിപാടിയാണ്. ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അതിന്റെ കൂടെ അവരുടെ രക്ഷിതാക്കളും ഉണ്ട്. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഇവിടെ സ്റ്റുഡൻസ് ധാരാളമുണ്ട്. മാതാപിതാക്കളോട് അവരുടെ മക്കൾക്ക് എന്തെല്ലാം ഹക്കുകളുണ്ട്, കർത്തവ്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനിവിടെ പോഷകരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ പരിപാടിക്ക് ശേഷം ഷാഫി സഅദി ഉസ്താദ് അദ്ദേഹത്തെ ആദരിക്കാനുണ്ട്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ ഗൗരവാധ്യക്ഷ പൊടി ബഹാജി, അദ്ദേഹം ചെറിയൊരു അസുഖത്തെ ബാധിച്ച് ആശുപത്രിയാണെന്ന് അറിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് നല്ല ആഫിയത്തും ഷിഫയും അള്ളാഹു നൽകട്ടെ. അദ്ദേഹത്തിന്റെ ബ്ലോക്ക് അള്ളാഹു നീക്കിക്കൊടുത്ത് ദീർഘായുസോടുകൂടി ഒരുപാട് കാലം ഈ ഖൗമിന് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് മക്കളാണ്. എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. സമ്പത്ത് കിട്ടാം, ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ അള്ളാഹു നൽകാം, നല്ല ആരോഗ്യം അല്ലാഹു നൽകാം, മറ്റുള്ള നിഅമത്തുകൾ എല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയാലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് സ്വന്തം മക്കളാണ്. മക്കളില്ലാത്ത ആളുകളോട് ചോദിക്കണം മക്കളുടെ മഹത്വം. വിവാഹം കഴിച്ചിട്ട് ഏകദേശം കൊല്ലങ്ങളോളമായി അവർക്ക് മക്കളില്ല. വളരെയധികം വിഷമത്തോട് കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരന്മാർ മനസ്സിലാക്കണം, മക്കളില്ലാത്ത ആളുകളുടെ ഒരു ബേജാർ. അല്ലാഹു തആല നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കൾ അല്ലാഹു നൽകട്ടെ. ആ ഖൈറായ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. മക്കളെന്ന് പറയുന്നത് അല്ലാഹു എന്തുകൊണ്ട് ഏറ്റവും വലിയ നിഅമത്താക്കി എന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ചതിന് ശേഷം ഖബറിലേക്ക് പോയതിനു ശേഷം നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ബാക്കിയാകുന്ന, മരണപ്പെടലോടുകൂടി എല്ലാം കഴിഞ്ഞു പോയി, സ്വത്ത് പോയി, സമ്പത്ത് പോയി, വാഹനങ്ങൾ പോയി, വീട് പോയി, സ്വന്തം ഭാര്യ പോലും പോയി. അവൾ യുവതിയാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ വേറെ പുതിയാപ്പിളമാർ റെഡിയാവും. എല്ലാം പോയാലും നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരമുള്ള വസ്തു എന്ന് പറഞ്ഞാൽ മക്കളാണ്.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കും, 3 കാര്യങ്ങൾ ബാക്കിയാകും. അതിൽ ഒന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. മക്കൾ 2 ടൈപ്പിൽ ദുആ ചെയ്യും. ഒരു ഇൽമും കൊടുക്കാതെ, ഒരു അദബും പഠിപ്പിക്കാതെ, ഒരു ദീനും പഠിപ്പിക്കാതെ മക്കളെ വളർത്തിയ മാതാപിതാക്കൾക്ക് മക്കൾ ദുആ ചെയ്യും. ദുനിയാവിൽ ഒരു തരത്തിലുള്ള ഉപകാരങ്ങളും അദബും ഇൽമും ഒന്നും പഠിപ്പിക്കാതെ മക്കളെ വളർത്തിയ മക്കൾ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. എങ്ങനെ ദുആ ചെയ്യും? ഖേടായി ദുആ ചെയ്യും. എന്റെ ഹലാക്കാക്കിയത് എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്, അവർ നശിക്കണം, അവർ ഹലാക്കാവണം എന്ന് ദുആ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല റിജക്റ്റ് ചെയ്യൂല. 2 ദുആ അല്ലാഹു തആല തട്ടൂല. ഏതാണ് 2 ദുആ? ദുആഉൽ വാലിദി ലിൽ വലദ് വ ദുആഉൽ വലദി ലിൽ വാലിദ്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു റിജക്റ്റ് ചെയ്യുന്നില്ല. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആയും അല്ലാഹു തആല സ്വീകരിക്കാതെ വിടുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് നിങ്ങൾ നൽകുന്ന കൊടുക്കുന്ന ഹഖ്, പ്രധാനമായൊരു ഹഖ് എന്ന് പറയുന്നത് അത് ദുആയാണ്. ഞാനിപ്പോ ഇവിടെ പോഷകന്മാരെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രധാനമായും ഞാൻ പറയുന്നത്, എല്ലാ രക്ഷിതാക്കളും മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം, സ്കൂൾ ഫീസ് കൊടുക്കണം, സ്കൂൾ യൂണിഫോം, ബുക്ക് എല്ലാം കൊടുക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തആല തട്ടൂല. ദുആ ചെയ്യാൻ കുറെ നിബന്ധനകളുണ്ട്. വെറുതെ ദുആ അല്ലാഹു കബൂൽ ചെയ്യുന്നില്ല. കുറെ നിബന്ധനകളുണ്ട്. ദുആ ചെയ്യുന്ന ആൾ ശുദ്ധമായ വെള്ളം കുടിച്ചിരിക്കണം, ശുദ്ധമായ ആഹാരം കഴിച്ചിരിക്കണം, ശുദ്ധമായ ഡ്രസ് ഇട്ടിരിക്കണം, ശുദ്ധമായ വീട്ടിൽ താമസിക്കണം. എന്ന് പറഞ്ഞാൽ കഴുകി ശുദ്ധിയാക്കി ഇസ്ത്രീയിട്ട ഡ്രസ് എന്നല്ല, നല്ല കോൾഡായ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത വെള്ളം എന്നല്ല. പിന്നെന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓരോ മനുഷ്യരും യർഫഉ യദൈഹി ഇലസ് സമാഇ വയഖൂലു അല്ലാഹ് അല്ലാഹ്, 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി മനുഷ്യൻ പറയും, പടച്ചോനെ പടച്ചോനെ എന്റെ കാര്യം നീ നേടിത്തരണം, ദുആക്ക് ഇജാബത്ത് ചെയ്യണം, എന്റെ കടങ്ങൾ വീട്ടിത്തരണം, രോഗം സുഖമാക്കണം. നബി തങ്ങൾ ചോദിക്കുന്നു, അന്നാ യുസ്തജാബ്, ഓൻ എങ്ങനെ ജവാബ് കൊടുക്കും? ഓന്റെ ദുആ എങ്ങനെ കബൂൽ ചെയ്യും? എന്തുകൊണ്ട് കബൂൽ ചെയ്യൂല എന്നറിയോ? മത്അമുഹു ഹറാമുൻ, അവൻ തിന്ന ഭക്ഷണം ഹറാമിന്റേതാണ്. വമശ്റബുഹു ഹറാമുൻ, അവൻ കുടിച്ച വെള്ളം ഹറാമിന്റേതാണ്. വമൽബസുഹു ഹറാമുൻ, അവനിട്ട ഡ്രസ് ഹറാമിന്റേതാണ്. വമസ്കനുഹു ഹറാമുൻ, അവൻ താമസിക്കുന്ന വീട് ഹറാമിന്റേതാണ്. അന്നാ യുസ്തജാബു ലഹു, അവൻ എങ്ങനെ ഞാൻ ഉത്തരം കൊടുക്കും? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഹലാലായത് മാത്രമേ ഞാൻ തിന്നുകയുള്ളൂ എന്നുള്ളതാണ്. ഹലാലായ സമ്പാദ്യങ്ങളിലൂടെ മാത്രമേ തിന്നുകയുള്ളൂ. അന്യന്റെ ഹക്ക് ഞാൻ തിന്നൂല, അന്യന്റെ ഹക്ക് ഞാൻ എന്റെ മക്കൾക്ക് തീറ്റൂല. എന്റെ മക്കൾ അന്യന്റെ ഹക്ക് തിന്ന് വളർന്നവരാകാൻ പാടില്ല. ഞാൻ നല്ലത് മാത്രം കുടിക്കണമെന്ന് പറഞ്ഞാൽ കള്ളുകുടിയെ പറ്റിയല്ല പറയുന്നത്. ശുദ്ധമായ വസ്ത്രം, ശുദ്ധമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹലാലായ പൈസ കൊണ്ട് വാങ്ങിയ വസ്ത്രം, ഹലാലായ പൈസ കൊണ്ട് കെട്ടിയ വീട്. ഇന്നൊരുത്തന്റെ ഹക്ക് ഭൂമി കബ്സ് ചെയ്തിട്ട് അതിൽ കെട്ടിയ ഭൂമിയല്ല, വേറൊരുത്തന്റെ തല ഉടച്ചിട്ട് കിട്ടിയ പൈസ കൊണ്ട് കെട്ടിയ വീടല്ല. പിന്നെ എല്ലാം ഹലാലായ സമ്പാദ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയത്. അവരുടെ ദുആ അല്ലാഹു തആല കബൂൽ ചെയ്യൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര മോശമായ ആളുകളാണെങ്കിലും ദുആ ചെയ്യാനുള്ള ഒരു അർഹതയും നമുക്കില്ലെങ്കിലും
ദുആ സ്വീകരിക്കാനുള്ള ഒരു ക്വാളിറ്റിയും നമ്മുടെ ദുആക്കില്ലെങ്കിലും അള്ളാഹു കബൂൽ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പരമ കള്ളുകുടിയനാണെന്ന് വിചാരിക്കുക. ഓന്റെ മക്കൾക്ക് വേണ്ടി ദുആ അള്ളാഹു കബൂലാക്കും, മക്കൾ നന്നാവും. വളരെ ഒരു തെമ്മാടി, ഒരു വക്ത് നിസ്കരിക്കാത്തൊരു ഒരു പരമ ബെടക്കായ ഉപ്പ മക്കൾക്ക് വേണ്ടി ദുആ എടുക്കുന്നു, അള്ളാഹ് കബൂലാക്കും. വളരെ മോശമായൊരു മകൻ ഉപ്പാക്ക് വേണ്ടി ദുആ എടുക്കുന്നു, ഉമ്മാക്ക് അള്ളാഹ് കബൂലാക്കും. ആ റിലേഷൻഷിപ്പ് അത്രയും മഹത്വമുള്ളതാണ്. അതുകൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഹക്കിൽ പോഷകന്മാർ എപ്പോഴും മക്കൾക്ക് ദുആ എടുക്കണം. ഇന്നത്തെ കാലത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. ഇസാഖ് സഖാഫി മുണ്ടുമ്പോ അതേപോലെ നമ്മൾ ഇബ്രാഹിം മദനി ഉസ്താദ് സംസാരിക്കുമ്പോൾ എല്ലാം പറഞ്ഞു, മക്കൾ ബെടക്കായി പോയി, കാലം വളരെ മോശമായി പോയി. മക്കൾ ബെടക്കായ നമ്മൾ ആരെ പറ്റി പറയും? കാലത്തെ ദൂറും, കാലത്തെ ആക്ഷേപിക്കും, അല്ലേ? കാലം മോശമായി എന്ന് പറയും. കോളേജിലേക്ക് പോയിട്ട് ഏതെങ്കിലും ആണോ പെണ്ണോ ഡ്രഗ്സ് കഴിച്ചാൽ കാലം മോശമായി. ഒരാൾ കള്ളു കുടിച്ചാൽ കാലം വളരെ ബെടക്കായി. ഒരാൾ സിഗരറ്റ് ബീഡി വലിച്ചാൽ കാലം മോശമായി. കാലം ശരിയില്ല. എല്ലാവരും ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും പറയും സമാന് ശരിയില്ല, അല്ലേ? കാലം ശരിയില്ല, ടൈം ശരിയില്ല, ഇപ്പത്തെ കാലം ശരിയില്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവാനാ. എല്ലാവരും കാലത്തെ പറ്റി ആക്ഷേപിക്കും, കാലത്തെ പറ്റി ചീത്ത പറയും, കാലം ശരിയില്ല ശരിയില്ല എന്ന് പറയും. ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ്, കാലത്തിന് ഒരു കുഴപ്പമില്ല, കാലം റെഡിയാണ്. കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബോധമില്ലാത്ത, ഇൽമില്ലാത്ത, പ്രജ്ഞയില്ലാത്ത ആളുകളാണ് മോശം എന്ന് ഇമാം ഷാഫി തങ്ങൾ പറയുന്നു. അപ്പൊ പോഷകന്മാരെ പറ്റി പറയുന്ന സമയത്ത് ഇത് പോഷകരുടെ സമാവേശം. ദുനിയാവിലെ മനുഷ്യന്റെ ഏറ്റവും നല്ല പ്രൊഫഷൻ, ഒಬ್ಬ മനുഷ്യന് അത്യന്ത ദൊഡ്ഡ വൃത്തി, ഒരു ജോബ്, ഒരു പണി എന്ന് പറയുന്നത് ബീയിങ് എ പേരന്റ്. പേരന്റ്, നല്ലൊരു പേരന്റ് ആവുക എന്നുള്ളതാണ്, നല്ലൊരു പോഷകാവുക എന്നുള്ളതാണ്. നല്ല പോഷകനായി കഴിഞ്ഞാൽ ആ പോഷക ആകുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സലാമത്തുണ്ടാവും. പോഷക നല്ല ആയില്ലെങ്കിൽ ആ ഉമ്മയും ഉപ്പയും എത്ര നല്ല അമൽ ചെയ്തിട്ടും ഫായിദ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ സ്വർഗത്തിന്റെ ഗേറ്റിൽ പോയി നിൽക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്തിനാണ് ഗേറ്റിൽ പോയി നിൽക്കുന്നത്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയല്ല. മാതാപിതാക്കൾ 24 ഗണ്ട ദ്വാരുന്ന് ദിക്റ് ചൊല്ലി, തഹജ്ജുദ് നിസ്കരിച്ച്, ളുഹാ നിസ്കരിച്ച്, സദക്ക ചെയ്ത്, കൂറത്തങ്ങളുടെ സലാത്തിനും പോയി, ബായാർ സലാത്തിനും പോയി, എല്ലാത്തേക്കും പോയി, ലോഡ് 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 അമലുകളുമായിട്ട് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഉമ്മയും ഉപ്പയും പോയി നിൽക്കുന്ന സമയത്ത് മകൻ അവിടെ റെഡി, അല്ലെങ്കിൽ മകൾ റെഡി. എന്തിനാണ് റെഡി? ഉപ്പ സ്വർഗത്തേക്ക് പോകുന്നല്ലേ, സന്മാനാക്കാൻ വേണ്ടിയല്ല. അള്ളാന്റെ മുമ്പിൽ അവർ സ്ട്രൈക്ക് ചെയ്യും, അള്ളാന്റെ മുമ്പിൽ അവർ ധർണ ചെയ്യും, അള്ളാന്റെ മുമ്പിൽ അവർ സമരം ചെയ്യും. പ്രതിപട്ടണം എന്ന് വാർത്താരെ എന്തിനാണ് പ്രതിപട്ടനാക്കുന്നത്? പടച്ചോനെ, ഞാൻ ഹലാക്കാവാൻ കാരണം എന്റെ ഉമ്മ ഉപ്പയാണ്. അവര് നന്നാവാത്തതിന്റെ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ബെടക്കായത്. അവരെന്നെ സുബഹിസ്കാരത്തിന് വിളിച്ചില്ല, അവരെന്നെ നല്ല ഭക്ഷണം കഴിപ്പിച്ചില്ല, അവരെനിക്ക് ഏറ്റവും നല്ല ഉന്നതമായ ഇന്റർനാഷണൽ ഗ്ലോബൽ സ്കൂളിൽ അഡ്മിഷൻ ചെയ്തു, മദ്രസയിലേക്ക് അയച്ചില്ല, ഖുർആൻ ശരിക്ക് പഠിപ്പിച്ചില്ല, നല്ലൊരു ഇസ്ലാമിന്റെ ഒരു തർബിയത്തും ചെയ്തില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? 7 വയസ്സാവുമ്പോൾ മക്കൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിക്കണം. മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബഅ. 7 വയസ്സാവുമ്പോൾ മക്കൾക്ക് നിസ്കരിക്കാൻ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ഇത് നിസ്കാരം മാത്രമല്ല, നോമ്പ് പിടിക്കാൻ പഠിപ്പിക്കണം. മക്ക കാറും, ഛർദിക്കും, ക്ഷീണിക്കും, അവശമായി കിടക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിന്റെ എല്ലാ പ്രാക്ടീസും എപ്പോഴും തുടങ്ങണം? 7 വയസ്സിൽ തുടങ്ങണം. അവരെ കയ്യിൽ ബംഗാറിന്റെ ബ്രേസ്ലെറ്റ്, ഉങ്കുറ, പെണ്ണുങ്ങളല്ല ആൺകുട്ടികളുടെ കയ്യിൽ അതെടുക്കണം. ആൺകുട്ടികളുടെ കയ്യിൽ ബംഗാറിന്റെ മോതിരം എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം, എല്ലാ സ്വർണത്തിന്റെ ആഭരണങ്ങളും കുട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്യണം 7ാമത്തെ വയസ്സിൽ. ആ കുട്ടിക്ക് പട്ടിന്റെ, സിൽക്കിന്റെ ഡ്രസ് ഉണ്ടെങ്കിൽ, രേഷ്മ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറയണം. എന്നിട്ട് ആ കുട്ടിക്ക് ഇസ്ലാമിന്റെ പ്രാക്ടീസ് 7ാമത്തെ വയസ്സിൽ തുടങ്ങണം. 7ലും 8ലും 9ലും നിങ്ങൾ പറഞ്ഞ പോലെ മക്കൾ കേട്ടില്ല എന്ന് വിചാരിക്കുക. മക്ക പറഞ്ഞ പോലെ ഒന്നും കേൾക്കുന്നില്ല. ഫദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്ർ. 10ാമത്തെ വയസ്സിൽ അടിക്കണം.
അടിച്ചാൽ എന്താക്കും? പോലീസ് സ്റ്റേഷനിൽ പോലീസോ നിങ്ങളെ കൊണ്ടുപോകും, പോക്സോ കേസിൽ. മക്കളെ അടിച്ചാൽ മാതാപിതാക്കൾക്ക് ജയിലിൽ. ലോകം കണ്ട ഏറ്റവും പൊട്ടൻ കാണണം, ലോകം കണ്ട ഏറ്റവും വിചിത്രമായ ഒരു കാണണം. മക്കളെ നന്നാക്കാൻ ഉസ്താദ് അടിച്ചാൽ അവരുടെ പേരിൽ കേസ്, ജയിൽ. സ്വന്തം മാതാപിതാക്കളെ മക്കളെ അടിച്ചാൽ അവരുടെ പേര് ജയിൽ. സ്വന്തം ടീച്ചേഴ്സ്, സ്കൂൾ അധ്യാപകന്മാർ അടിച്ചാൽ അവർക്ക് ജയിൽ. ഞാൻ ഒരു ലേഖനം വായിച്ചു. ഒരു നല്ല മാസ്റ്റർ പറയുകയാണ്, മക്കളെ നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു കുട്ടി എന്തായാലും ശരിയായില്ല, ഓൻ ഞാൻ അടിച്ചു. ഓൻ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു, പോലീസ് എന്നെ കൊണ്ടുപോയി. ഞാൻ 2 മാസം ജയിലിൽ കിടന്നു. അപ്പൊ ധൈര്യമായിട്ട് ഫദ്രിബുഹും അലൈഹ വഹും അബ്നാഉ അശർ ഹദീസ് ഓതാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 10ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമാണ്. ഒരു കുട്ടി നല്ലാകുന്നതും ബെടക്കാകുന്നതും 7, 8, 9, 10 വയസ്സിന്റെ കാലത്താണെന്ന് എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം. എല്ലാം നിങ്ങളുടെ കുട്ടികളെ നന്നാക്കണോ? 7, 8, 9 and 10 4 വർഷം നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയം നിങ്ങൾ മക്കളെ നന്നായി വളർത്തണം. ആ കുട്ടികളെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, ഫദ്രിബൂഹും, നിങ്ങൾ അവരെ അടിക്കണം. മക്കളെ വളർത്തുന്ന സൈക്കോളജി മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? എല്ലാ പോഷകന്മാരും പേരൻസും ശ്രദ്ധിക്കണം. മക്കളെ വളർത്തുന്ന ഒരു ട്രെയിനിങ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. അതിൽ ഇസ്ലാം പറയുന്നത് 7 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കളിക്കണം. 7 വയസ്സ് വരെ മക്കളെ അടിക്കരുത്, മക്കളെ ഷൗട്ട് ചെയ്യരുത്, മക്കളെ ചീത്ത പറയരുത്, മക്കളെ പേടിപ്പിക്കരുത്. 7 വയസ്സ് വരെ മക്കളെ നിങ്ങൾ സ്നേഹിച്ച് കളിച്ച് അവരോട് നിങ്ങൾ സുഹൃത്തുക്കളെ പോലെ ആകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. 7 വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾ അടിച്ചാൽ, അവരെ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ, അവരെ നിങ്ങൾ ബൊബ്ബയിട്ടാൽ, അവർ കരയുന്ന സമയത്ത് പുറത്തു പോയിട്ട് വലിയ അണ്ടലോ മണ്ടലോ പോയിട്ട് പടപട അടിച്ചിട്ട് അവരെ കരച്ചിലിനെ അടക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അവരുടെ ബലവണിക മുരടിച്ചു പോകും, അവരുടെ ബലവണിക നിന്നുപോകും. കാരണം അത് ബ്രെയിൻ വളരുന്ന സമയമാണ്. ബ്രെയിന് നല്ല ഡയറക്ഷനിൽ വളർത്താൻ പേരൻസിന് ട്രെയിനിങ് വേണം. ഈ ദുനിയാവിൽ മുഅല്ലിമീങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്, സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് ഉണ്ട്, ബിസിനസ്മാൻമാർക്കും സെയിൽസ്മാൻമാർക്കും ട്രെയിനിങ് ഉണ്ട്. ദുനിയാവിൽ ട്രെയിനിങ് ഇല്ലാത്തൊരു വിഭാഗം പേരൻസ് ആണ്, അവർക്ക് ട്രെയിനിങ് ഇല്ല. അതുകൊണ്ട് മക്കള് ഒരു നിലക്കും നമ്മുടെ മക്കൾ നന്നായിട്ട് വരുന്നില്ല. മക്കൾ നന്നാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ നന്നാക്കാനുള്ള ട്രെയിനിങ് രക്ഷിതാക്കൾക്ക് വേണം, മാതാപിതാക്കൾക്ക് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ മക്കൾ സ്വയം നന്നാവോ? ഒരിക്കലും നന്നാവില്ല. നമ്മൾ നമ്മുടെ രക്ഷിതാക്കന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ല. ഇപ്പൊ CQ പോലെയുള്ള പ്രീ സ്കൂളുകളില് അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ടീച്ചേഴ്സിന് മാത്രമല്ല, അതിന്റെ പേരൻസിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മന്ത്ലി വൺസ്, തിങ്കളിലൊമ്മേ പേരൻസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മദ്രസകളിലും ചില ആളുകൾക്ക് പേരൻസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ് കിട്ടിയ പേരൻസ് കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തുന്നുണ്ട്. ഞാനൊക്കെ ഇസ്രായേലിൽ പോയപ്പോൾ അവിടെ എനിക്കൊരു ഗൈഡ് കിട്ടി. ഡേവിഡ് എന്നാണ് അയാളുടെ പേര്. ഞാനോട് സംസാരിച്ചു. ലോകത്തിലെ ഇത്ര ചെറിയ രാഷ്ട്രം, 800 കോടി ആളുകൾ താമസിക്കുന്ന വിശാലമായ ഭൂമി ലോകത്ത് 1 കോടിയോളം മാത്രമാണ് യഹൂദികളുടെ അംഗസംഖ്യ എന്നുള്ളത്. ഈ 1 കോടിയോളം വരുന്ന യഹൂദികൾ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും അവരുണ്ട്. അവർക്ക് എത്രയോ നോബൽ സമ്മാനങ്ങൾ, നോബൽ പ്രൈസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയോ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ യഹൂദികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോകത്തുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ CEO-മാരും ഡയറക്ടർമാരും മാനേജർമാരും യഹൂദികളാണ്. പക്ഷെ അവർ യഹൂദികൾ അവർ അറിയിക്കുന്നില്ല. അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഇന്ന് യഹൂദികളുടെ കയ്യിലാണ്. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമായ അമേരിക്കയുടെ പേപ്പറുകൾ യഹൂദികൾക്കെതിരായിട്ട് എഴുതിക്കൂടാ. അപ്പൊ അവനെ പിടിച്ച് ഉള്ളിലിടും, അമേരിക്ക ഉള്ളിലിടും. ലോകത്ത് ഒരു രാഷ്ട്രത്തിലും യഹൂദികൾക്കെതിരായിട്ട് പേപ്പറിൽ എഴുതാൻ പാടില്ല, TV സംസാരിക്കാൻ പാടില്ല. അപ്പൊ അവർ കൊണ്ടുപോയിട്ട് അറസ്റ്റാക്കും.
അത്രത്തോളം ലോകം യഹൂദികളെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്ത് മിറാക്കിളാണ് നിങ്ങൾ ഈ നാട്ടിൽ കാണിക്കുന്നത്? ഇത്ര ചെറിയൊരു അംഗസംഖ്യയുള്ള നിങ്ങൾ ലോകത്ത് ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ കിട്ടാൻ കാരണം എന്താണ്? ഡേവിഡ് പറഞ്ഞു, ഇറ്റ് ഈസ് ട്രെയിനിങ്. അതൊരു ട്രെയിനിങ് ആണ്, വേറൊന്നുമല്ല. ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? അയാൾ പറഞ്ഞു, when the child in the womb of mother, കുട്ടി മാതാവിന്റെ ഓമിൽ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, കുട്ടി മാതാവിന്റെ ഉമ്മന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോ 4ാമത്തെ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഊതിട്ട് ആ കിടാവ് വയറ്റിന്റെ ഉള്ളിൽ ആടാനും അനങ്ങാനും തുടങ്ങുമ്പോ ആ മക്കൾക്ക് ചൈൽഡ് അല്ല, അതിനേക്കാളും ചെറിയത്, ആ കുഞ്ഞുങ്ങൾക്ക്, ഭ്രൂണാവസ്ഥയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വി ട്രെയിൻ, ഞങ്ങൾ ഞങ്ങളുടെ ചിൽഡ്രൻ ട്രെയിൻ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ ട്രെയിൻ ചെയ്തിട്ട് ബാറ്റിന്റെ ഉള്ളിലുള്ള കിടാവിന് തറബേത്ത് കൊടുത്തിട്ട് ആ കിടാവ് ഭൂമി ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു മനുഷ്യനായിട്ട് മാറുന്നു. അവ നമ്മളെ മക്കളൊക്കെ അതേപോലെയാണ് ഈ ഭൂമി ലോകത്തേക്ക് വരുന്നത്. പക്ഷെ അവരെ നമ്മൾ എല്ലാ അർത്ഥത്തിലും അവരുടെ ഡെവലപ്മെന്റ് നമ്മൾ തടയുന്നു. അവരുടെ ബുദ്ധി വലുതാകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. കാരണം മാതാപിതാക്കൾക്ക് വിദ്യ കുറവാണ്, മാതാപിതാക്കൾക്ക് ട്രെയിനിങ് കുറവാണ്. ഇന്നത്തെ മാതാപിതാക്കൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രി PG എല്ലാം ഉണ്ട്. പക്ഷെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന രൂപത്തിലുള്ള ട്രെയിനിങ് അവർക്കില്ല. പോഷകസഭ ആനയില്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 7 വയസ്സ് വരെ നിങ്ങൾ മക്കളോട് കളിക്കണം. നാളെ മുതൽ എല്ലാ പേരൻസ് എന്താക്കണം അറിയോ? 7 വയസ്സ് വരെയുള്ള കുട്ടികളെ ചീത്ത പറയരുത്, അടിക്കരുത്, ഷൗട്ട് ചെയ്യരുത്. മനസ്സിലായില്ലേ? ഡോൺ 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 എന്ന് പറയരുത്. ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട എന്നൊന്നും പറയരുത്. ബഹുമാനപ്പെട്ട ഷാഫി സാഹിബ് ഉസ്താദ് വന്നു. ഷാഫി സാഹിബ് ഉസ്താദ് വന്നാൽ പിന്നെ ഞാൻ പുസ്തകം നിർത്തണം. എത്ര മിനിറ്റ്? ഷാഫി സാഹിബ് ഉസ്താദ് വന്നിട്ട് ഇൻഷാ അല്ലാഹ് സാദിക്കുള്ള സ്വാഗതവും മറ്റൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതാക്കൾ പറയും. ഞാന് ഉണ്ടല്ലേ, സാദിക്ക് എത്ര ടൈം ഉണ്ടെന്ന് അറിയില്ല. കണ്ടിന്യൂ ആട്ടെ ഇൻഷാ അല്ലാഹ്. ഷാഫി സാഹിബിന്റെ പൊരുത്തം കിട്ടി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് സമയം പറഞ്ഞു. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? കുഞ്ഞുങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാഇബിനക സബ്അൻ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ആ 7 വയസ്സ് വരെ കളിക്കണം. കുട്ടികളോട് കളിക്കണം. കുട്ടികൾ കളിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ കളിക്കണം. കുട്ടികളോട് ഭാഷയിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരും വലിയ വിദ്യാഭ്യാസമുള്ളവരായിരിക്കും. ആ ഭാഷയിലല്ല കുട്ടികളോട് സംസാരിക്കേണ്ടത്. കുട്ടികളുടേതായ ഭാഷയുണ്ട്, ആ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കണം. 7 വയസ്സ് വരെ ഒരു അടിയുമില്ല, ഒരു ഷൗട്ടിങ്ങും ഇല്ല, ഒരു പേടിപ്പെടുത്തലും ഇല്ല. ആ നിലയിൽ നിങ്ങൾ കുട്ടികളെ വളർത്തിയാലേ ആ കുട്ടികളെ ലോകത്തെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി മാറുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ 7 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളോട് കളിച്ചിട്ട് പിന്നെന്താക്കണോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? ഈ ചെറിയ കുട്ടികളൊക്കെ 14 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര വയസ്സായിരാ? 13 ആയി. ഈ കുട്ടിക്ക് 13 വയസ്സായി. എല്ലാം 14ന്റെ താഴെയുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് ശിക്ഷണം കൊടുക്കണം. ശിക്ഷയല്ല, ശിക്ഷണം കൊടുക്കണം. എന്താണ് ശിക്ഷണം? അത് ഇംഗ്ലീഷിൽ എഡ്യൂക്കേഷൻ എന്ന് പറയും, അറബിയിൽ തർബിയ എന്ന് പറയും. ശിക്ഷണം കൊടുക്കും. അറിവ് കൊടുത്താൽ പോരാ. ലോകത്തിന്റെ എല്ലായിടത്തും അറിവുണ്ട്. അറിവില്ലാത്തൊരു വിഷയമല്ല നോളജ്. നമ്മൾ പോകുന്ന നാഷണൽ ഹൈവേ 75 ആണ്. തലപ്പാടിന്റെ മുമ്പിലൂടെ, എന്റെ വീട്ടിന്റെ മുമ്പിലൂടെ പോകുന്ന ഹൈവേ. പക്ഷെ നമ്മൾ പിന്നൊരു ഹൈവേയിൽ പോകുന്നുണ്ട്. അതാണ് ടെക്നോളജിക്കൽ ഹൈവേ, ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഹൈവേ. ഏത് ഇൽമു വേണമെങ്കിലും ഒരു ക്ലിക്കിൽ കിട്ടുന്ന ഹൈവേ. എന്ത് വേണം നിങ്ങൾക്ക്? ഒരു പടക്കൊരു അടിയടിച്ചാൽ AI അല്ലെങ്കിൽ മെറ്റ, അതല്ലെങ്കിൽ ഗൂഗിൾസ്
നിങ്ങൾക്ക് സെർച്ച് എഞ്ചിനുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരും, എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും. നിങ്ങളുടെ മൊബൈലിലുള്ള AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചോദിച്ചാലും പറയും. അറിയാത്ത കാര്യങ്ങൾ സോറി, ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്, ഞാനത് പിന്നെ പറയാം, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. വളരെ വിനയത്തോടു കൂടി പറയും. നിങ്ങൾ ഒരിക്കലും ചൂടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അറിവല്ല, അറിവ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടണം, നിങ്ങൾക്ക് ശിക്ഷണം കിട്ടണം. ആ സമയമാണ് സഹോദരന്മാരെ 7 to 14 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ലൊരു സമയമാണ്. ആ സമയത്ത് കിടാവ് സ്കൂളിൽ ചേരുന്നു, 6-ാം വയസ്സിൽ, 7-ാം വയസ്സിൽ 2-ാം ക്ലാസ് ആകുന്നു. അങ്ങനെ 8, 9, 10, ആ സമയം 11, 14 ഹൈസ്കൂൾ ജീവിതം കഴിയുന്നു. ഏകദേശം 8-ാം ക്ലാസ് വരെ എത്തുന്നു. ആ കുട്ടിക്ക് ലോകത്തിന്റെ പരിജ്ഞാനം കിട്ടിക്കൊണ്ടുവരുന്നു. ആ സമയത്തൊക്കെ കുട്ടിയോട് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറും. കുട്ടികൾക്ക് അടിക്കേണ്ടി വന്നാൽ അടിക്കണം. എന്തിനടിക്കണം? ബാറ്റിൽ തലക്കടിച്ചിട്ട് കുട്ടിയുടെ തല പൊട്ടിക്കുന്നല്ല. പിന്നെ വലിയ ചൂരൽപടി ബുക്സ്റ്റാളിൽ പോയിട്ട് ഇത്ര വലിയ തലയുള്ള ചൂരൽപടി എടുത്തിട്ട് പട്ടപട്ടാന്ന് അടിക്കുന്നില്ല. അങ്ങനെ അടിച്ചാൽ നിങ്ങൾ കേസ് കൊടുക്കണം. ജോറടിച്ചാൽ കേസ് കൊടുക്കണം. മാതാപിതാക്കൾ നിങ്ങൾ അടിക്കുന്ന എങ്ങനെ? ചോര പൊട്ടാത്ത, ദേഹം കീറാത്ത, അതേ സമയത്ത് അവർ പേടിക്കുന്ന അടി അടിക്കണം. ഇത് പറയുന്ന ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മൃഗത്തെ പോലും നോവിക്കാത്ത റസൂലുള്ളാഹ്. ഉറുമ്പില്ലേ, എറുമ്പു, അതിന്റെ കൂട്ടത്തിലേക്ക് തീയിട്ടപ്പോ റസൂലുള്ളാഹി സ്വഹാബത്ത് നിർത്തി ചോദിച്ചു, മൻ ഫഅല ഹാദാ, ഇത് ചെയ്തത് ആരാണ്? അപ്പൊ സ്വഹാബത്ത് വിചാരിച്ചു എറുമ്പിനെ കൊല്ലുന്നത് തീരുന്ന വലിയ വിഷയം. ഞങ്ങൾ നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ അവർക്ക് താക്കീത് ചെയ്തു, ഇന്നഹു ലാ യുഅദിബു ബിന്നാർ ഇല്ലാ റബ്ബുന്നാർ, തീയിട്ട് ശിക്ഷിക്കാൻ ലോകത്ത് ആർക്കും അധികാരമില്ല, നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ റസൂലുള്ള എറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന റസൂലുള്ള മക്കൾക്ക് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ അടിച്ചു പഠിപ്പിക്കാം, നിസ്കരിച്ചില്ലെങ്കിൽ അവർക്ക് അടിക്കാം. ഉസ്താദുമാർക്ക് അടിക്കാനുള്ള അവസരങ്ങളുണ്ട്, ടീച്ചേഴ്സും സ്കൂളിൽ അടിക്കാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാവരും കംപ്ലൈന്റ് കൊടുത്തൊരു കാര്യമില്ല, കംപ്ലൈന്റ് കൊടുത്തോ ആലാക്കാവുന്നല്ലാതെ കുട്ടികളെ അദബിന് വേണ്ടി ചെറിയ രൂപത്തിൽ ശിക്ഷിക്കാനും അടിക്കാനുമുള്ള പ്രായമാണ് 7 to 14 ആ കാലം. പിന്നെ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, SOS സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ നീ നിലത്തിരുന്നില്ല, കൽക്കട്ട, ഞമ്മ ഇയാളെ കൽക്കട്ട എന്ന് വിളിക്കല്, ഈ നാടന്നെ കൽക്കട്ട. അപ്പോ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട പിന്നെ ഒരു കാര്യം, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികൾ എന്താക്കണം എന്നറിയോ? ഫ്രണ്ടാക്കണം. കുട്ടികൾ നല്ല ഫ്രണ്ടിനോട് സംസാരിക്കണം. 14 വയസ്സ് മുതൽ അവരെ 9th കഴിഞ്ഞു, SLC കഴിഞ്ഞു, PUC കഴിഞ്ഞു, ഡിഗ്രി ഏകദേശം കഴിയാനാണ് 21 വയസ്സ്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല സുഹൃത്തിനെ പോലെ കാണണം. അടിക്കലില്ല, ഷൗട്ടിംഗ് ഇല്ല, ശിക്ഷണ ഇല്ല. 7 വയസ്സ് കാലം അവർക്ക് ശിക്ഷണത്തിലൂടെ എല്ലാം ജീവിതം സെറ്റിലായി. ഇനി അവരെ അടിക്കാനില്ല, ഇനി അവരെ ഉപദ്രവിക്കാനില്ല, അവരെ പേടിപ്പിക്കാനില്ല. അവരെ നിങ്ങൾ ഏറ്റവും നല്ല ഫ്രണ്ടായി കാണണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നൊരു കാര്യം കൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതെന്തറിയോ? 21 വയസ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾ അവരെ കയറ് ഊരി വിടണം. 21 വയസ്സിന്റെ ശേഷം നിങ്ങൾ ആരും മക്കളെ കൺട്രോൾ ആക്കാൻ പോകരുത്. 21, 25, 30, 45 വയസ്സായ മക്ക വന്നിട്ട് ഉപ്പാന്റെ മുമ്പിൽ ഇങ്ങനെ ജയിലിൽ കയറി വന്നിരിക്കുന്നവർ നിൽക്കലുണ്ട്. ഞാൻ പോട്ടാ, ഭാര്യന്റെ പിറക്ക് പോട്ടാ, ഞാൻ ഭാര്യക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കട്ട. അങ്ങനത്തെ ഒരു പൊട്ടന്മാരായ മക്കളെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നബി തങ്ങൾ പറയുകയാണ്, 21 വയസ്സിന്റെ ശേഷം അവരെ നിങ്ങൾ വിട്ടുവിടണം. അവരെ പിന്നെ നിങ്ങൾ കൺട്രോൾ ആക്കാൻ പോകാൻ പാടില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് വിട്ടുവിടാൻ അധികാരമുള്ളത്? 1 to 7 നിങ്ങൾ അവരെ സ്നേഹിച്ചു, അവരോട് കളിച്ചു, അവരുടെ ബ്രെയിൻ വളർന്നു, അവരുടെ ഹാർട്ട് വളർന്നു, അവരുടെ ലോകം വലുതായി, അവരുടെ മനസ്സ് വിശാലമായി, അവർ നല്ല കുട്ടികളായി. എന്തെങ്കിലും കറക്ഷൻസ്, തിദ്ദുപടികൾ ഇതരെ 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലം നിങ്ങൾ അവരെ ശിക്ഷിക്കുന്നു, ശിക്ഷണം നൽകുന്നു, അതവ് പഠിപ്പിക്കുന്നു. അതിന്റെ ശേഷം നിങ്ങൾ അവരെ കൂടെ 7 കൊല്ലം ഫ്രണ്ടിനെ പോലെ ജീവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, മക്കളുടെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, മക്കളുടെ കൂടെ കളിതമാശകൾ പറയുന്നു,
മക്കളുടെ കൂടെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ഫ്രീയുള്ള സമയത്ത് മക്കൾക്ക് ഫോണാക്കിയിട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂർ സംസാരിക്കുന്നു, ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കുന്നു. 21 വയസ്സിന് ശേഷം എന്താക്കണം? അവരവരെ ഹാൽക്ക് വിട്ടു, പിന്നെ കൺട്രോൾ ആക്കാൻ പോകാൻ പാടില്ല. നമ്മൾക്ക് 21, 28, 45 വയസ്സായിട്ട് മക്കളെ കൺട്രോൾ ആക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന 777 3 കാലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ആ സമയത്ത് ഒന്നും ശ്രദ്ധിക്കാതെ പയ്യനെ പോലെ വളർത്തിട്ട്, ആടിനെ പോലെ വളർത്തിട്ട് 21 വയസ്സിന് ശേഷം അവരെ വിട്ടുവിട്ടാൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഇസ്ലാമിൽ മക്കളെ വളർത്തുന്ന സൈക്കോളജി. ചൈൽഡ് ട്രെയിനിങ് കൊടുക്കുന്ന ഇങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി ഇസ്ലാം പഠിപ്പിക്കും. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചൊരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മക്കളായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളെല്ലാം ചെറിയ പ്രായത്തിൽ വഫാത്തായി പോയി. പെൺമക്കളെല്ലാം ഏകദേശം 22-30 ഉള്ളിൽ അവരും വഫാത്തായി പോയി. ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെല്ലാവരും മരണപ്പെട്ടു പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളോട് വലിയ സ്നേഹമായിരുന്നു, വളരെയധികം സ്നേഹമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്ന സമയത്തും യാത്ര കഴിഞ്ഞു വരുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കളെ ഹഗ് ചെയ്തുകൊണ്ട് അവരെ ചുംബിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉഷാറായ കാക്ക എൻജോപ്ലാസ്റ്റി. അല്ലാഹു തആല നമ്മുടെ ഇസ്മായിൽ സദിയുടെ ഭാര്യ പിതാവാണ് പൊടിയ ഹാജി. അദ്ദേഹത്തിന് എൻജോപ്ലാസ്റ്റി കഴിഞ്ഞു അല്ലേ? അദ്ദേഹത്തിന്റെ ബ്ലോക്ക് എല്ലാം അല്ലാഹു തആല നീക്കി കൊടുത്ത് നല്ല ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരെയും എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഷാഫി സാഹിബിക്ക് സന്മാനുണ്ട്, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാർ, ഈ ഒരു രീതിയിലാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. അപ്പൊ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ മക്കളുടെ മേൽ ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൺട്രോൾ ആക്കേണ്ടത് 2 സമയത്താണ്. 2 സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൺട്രോൾ ആക്കേണ്ടത്. ഒന്ന്, കുട്ടികളുടെ ദേഹം വളരുന്ന സമയം, ന്യൂ ബോൺ ചൈൽഡ്, നവജാത ശിശു, പ്രസവിച്ച ഉടൻ തന്നെയുള്ള കാലം. കിടാവിനെ പെറ്റ ഉടനെ കിടാവിന്റെ തല തൊട്ട് നോക്കി നിങ്ങളുടെ തലന്റെ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ പോകുന്നുണ്ട്. തലന്റെ ഓട് ഉറച്ചിട്ടില്ല. കിടാവിന്റെ എല്ലാ അംഗങ്ങളും അങ്ങനെ തന്നെയാണ്. കിടാവിന് വളരെയധികം ജാഗ്രതയായിട്ട് കുളിപ്പിക്കാനും അതിലേക്ക് എണ്ണ തടവാനും അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും ആ പ്രസവിച്ച ഉമ്മക്ക് ധൈര്യം വരുന്നില്ല. ഉമ്മാന്റെ ഉമ്മയോ വേറെ നർസോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകളെയാണ് ചെറിയ കുട്ടികളെ ശുശ്രൂഷിക്കല്. അല്ലെങ്കിൽ ചെറിയ ഇന്നലെ പ്രസവിച്ച പെണ്ണ് ഇന്ന് കുളിപ്പിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കിടാവില്ലാതാവും. അവൻ ന്യൂ ബോൺ ചൈൽഡ് എന്ന് പറയുന്ന നവജാത ശിശു, അത് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സമയം ടീനേജ് എന്ന് പറയുന്ന സമയമാണ്. എല്ലാ ഹലാക്കിയത്തും എല്ലാ മുസീബത്തും കുട്ടികൾക്ക് ബാധിക്കുന്ന ടീനേജിലാണ്. ടീനേജ് തുടങ്ങുന്നപ്പോ 13-ാമത്തെ വയസ്സിലാണ്, അത് അവസാനിക്കുന്ന 19-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഈ ടീൻ എന്ന് പറയുന്ന സമയം 13, 14, 16, 17, 18, 19 എന്ന് പറയുന്ന ടീൻ എന്ന് പറയുന്ന കാലം, ആ ഏജ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ മുസീബത്തും വരുന്നത് ആ സമയത്താണ്. എല്ലാ മുസീബത്തും ലോകത്ത് വരുന്ന ആ സമയത്താണ്. ഇപ്പൊ ഡ്രഗ്സിന്റെ വിഷയം പറഞ്ഞു. പണ്ട് കള്ളു കുടിക്കുന്നത്, ഒരു മനുഷ്യൻ നാട്ടിൽ കള്ളുപിടിച്ചാൽ അവൻ ആരും അടുപ്പിക്കൂല, അവന് പെണ്ണ് കൊടുക്കൂല, അവന്റെ പേരിൽ പെണ്ണ് കൊണ്ടുവരില്ല, അവനെ പള്ളിയിലേക്ക് അടുപ്പിക്കൂല, അവനെ മനുഷ്യന്മാരും നോക്കൂല. കള്ളുകുടിന് അത്രയും വലിയ ഹംക്കായിട്ട് അവനെ കാണുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ കള്ളുടിയൊക്കെ വ്യാപകമായി. ജമാഅത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ കൂട്ടത്തോടെ കള്ളുകുടിക്കുന്ന ഒരു കാലഘട്ടം വന്നു. നാട്ടിലെ വലിയ വലിയ ആൾക്കാരൊക്കെ കള്ളുകുടിന്റെ ആളുകളായി, അവരെ എതിർക്കുന്നത് വലിയ അപരാധമായി. അങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന നേതാക്കളൊക്കെ യുവാക്കളെല്ലാവരും ഏകദേശം കള്ള് എന്ന് പറയുന്നത് ഒരു ബലയില്ലാത്തൊരു വസ്തുവായി മാറിയപ്പോ അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആ ഒരു വെറുപ്പും അസഹ്യെല്ലാം പോയി. അവ ഇന്ന് നമ്മുടെ കാലം ഡ്രഗ്സിന്റെ കാലഘട്ടമാണ്. ഡ്രഗ്സിന്റെ കാലം. MDMA എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഫുൾ ഫോം പോലും പറയാൻ നാവ് കിട്ടുന്നില്ല, അത്രയും കഷ്ടമുണ്ട് പറയാൻ. MDMA ഞാൻ കുറെ വട്ടം ഇഫ്ലാക്കാൻ നോക്കി ഇങ്ങനെ പറയാൻ വേണ്ടി, വരുന്നില്ല. ആ സാധനത്തിന്റെ പേര് പോലും പറയാൻ അത്ര കഷ്ടമുണ്ടെങ്കിൽ അതിന് ഉപയോഗിച്ചാൽ എന്താവും അവസ്ഥ? അതിനുവേണ്ടി എന്തെല്ലാം മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ആ പെഡ്ലറുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെല്ലാം രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ
ആൺകുട്ടികൾക്കിടയിൽ പെൺകുട്ടികളിൽ ഡ്രഗ്സിനെ വ്യാപകമാക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഉത്തരകന്നഡ ഒരു സ്ഥലത്ത് എന്നെ വിളിച്ചു. എന്തിന്? ഡ്രഗ്സ് മാദക വസ്തുക്കളെ വിരുദ്ധവാദ ജാഗ്രത സമാവേശത്തിനിടെ വിളിച്ചു. അവർ പറഞ്ഞു SI ആണ് ഉദ്ഘാടനത്തിന് വരുന്നത്. അപ്പൊ ഞാൻ അവിടെ കയറിയ കാത്ത് SI വരുന്നില്ല. അപ്പൊ SI വരാതിരിക്കുമ്പോഴേക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് സ്കൂട്ടറിൽ ASI വന്നു. വേറൊരു നാട്ടിൽ, ഇടൊന്നുമല്ല, ബാംഗ്ലൂർ ദക്ഷിണ ജില്ലയിലെ ഘട്ടത്ത് സ്കൂട്ടറിൽ വന്നപ്പോ ASI ತಂದೆ SI ಸಾಹೇಬರಿದ್ದಾರೆ ಅಪ್ಪ ಹೇಳ್ತಿಲ್ಲ, ಅವರು ಕುಡಿದು ಸುಸ್ತಾಗಿದ್ದಾರೆ, ಮಲಗಿ ಬಿಟ್ಟಿದ್ದಾರೆ. SI ಏನಾಗಿದೆ, ಅವ್ರು ಟೈಟ್ ಆಗಿದ್ದಾರೆ, ಇಲ್ಲಿ ಅವರಿಗೆ ಬೋಧವೇ ಇಲ್ಲ, ಸ್ವಯ ಇಲ್ಲ ಅವರಿಗೆ ಅಂತ ಹೇಳ್ತಾರೆ. അപ്പൊ അങ്ങനത്തെ പോലീസും അങ്ങനത്തെ അധികാരികളുള്ളൊരു സ്ഥലത്ത് എങ്ങനെ പോലീസിനോട് ഡ്രഗ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മക്കൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആണെങ്കിൽ, ഡ്രഗ്സ് വിൽക്കുന്ന ഡ്രഗ്സ് പെഡ്ലർമാരാണെങ്കിൽ, അതിന്റെ ഏജന്റുമാരാണെങ്കിൽ നിങ്ങളെ കൺട്രോൾ ആക്കാൻ ഒരു ഗവൺമെന്റും വരൂല, ഒരു പോലീസും വരൂല, ഒരു ഭരണവും വരൂല, ആരും വരൂല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ കൺട്രോൾ ആക്കണം. എങ്ങനെ കൺട്രോൾ ആക്കണം? എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്കോ നിങ്ങളുടെ മക്കളുടെ ബാഗ് ചെക്കാക്കണം, ബുക്ക് ചെക്കാക്കണം, പേഴ്സ് ചെക്കാക്കണം, പാന്റിന്റെ കീസ് ചെക്കാക്കണം. അതെല്ലാം വളരെ സൂക്ഷ്മമായിട്ടാണ്. മൊബൈലിന്റെ ഈ ഡയൽ പാഡിന്റെ മുകളിൽ ഡ്രഗ്സ് ഇട്ടിട്ട് ATM പോലെയുള്ള സാധനത്തിൽ അതിനെ ഇങ്ങനെ ഉറുതിയിട്ട് നോട്ടിനെ ചുരുട്ടിട്ട് ആ ഡയൽ പാഡിന്റെ മേൽ വെച്ചിട്ട് ഇങ്ങനെയാണ് അത്രേ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. എന്നോട് ഒരാൾ പറഞ്ഞു, എല്ലാ സ്ഥലത്തും പോയിട്ട് ഡ്രഗ്സിനെ പറ്റി പറയരുതെന്ന് ഒരാൾ എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. എന്തേ? അപ്പൊ ആളുകൾക്ക് അങ്ങനെ ഒരിക്കൽ നോക്കാം, അത്ര നല്ല ഡ്രഗ്സ് ഉണ്ടെങ്കിൽ ഒരിക്കൽ നോക്കാം, പിന്നെ വേണ്ടാന്ന് ചിന്തിക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഡ്രഗ്സിനെ പറ്റി പറയാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പെരയിൽ കുട്ടികളുടെ കിടക്കുന്ന റൂമില്, അവരുടെ ബാഗില്, അവരുടെ പേഴ്സില് ATM പോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടികൾ ഡ്രഗ്സിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ മൊബൈലിന്റെ ഡയൽ പാഡില്, ഈ സ്ക്രീനില് എന്തെങ്കിലും ഒരു ഇങ്ങനെ അപ്പുറം വലിച്ചത് ഉറുതിയത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്തോ ഒരു ചെറിയ അപകടത്തിലേക്ക് നമ്മൾ ചെക്കൻ പോകുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ റൂമില്, പോക്കറ്റില്, പർസില്, ബാഗില്, ഡ്രവറില് എല്ലാം ഇങ്ങനെ ചുരുട്ടിയ നോട്ടുകൾ ഉണ്ടെങ്കിൽ, റൗണ്ടാക്കിയ നോട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, മക്കൾ ഡ്രഗ്സിലേക്ക് അടുക്കുന്നുണ്ട്. അവരുടെ കണ്ണ് ചിലപ്പോൾ ചോന്നിട്ടുണ്ടാവും, അവരുടെ ദേഹം ചിലപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടാവും, അവരുടെ ഡ്രസ്സിൽ ചിലപ്പോൾ വേറെ വാസനകൾ വരുന്നുണ്ടാവും. അപ്പൊ നിരന്തരമായി ഡ്രഗ്സിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിരന്തരമായ വാച്ചിങ്, അവർ കിടക്കുന്ന സ്ഥലം, അവരിയ്ക്കുന്ന സ്ഥലം, അവരുടെ ബുക്കുകൾ വെക്കുന്ന സ്ഥലം, അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബാഗുകൾ, ബുക്കിന്റെ ഇടകൾ, ഇതൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞു തന്നെ. എല്ലാം ഞാൻ ചെക്ക് ചെയ്യുന്ന ആ കുട്ടികളോട് പറയണം. പറഞ്ഞിട്ട് അവരെ നിങ്ങൾ ചെക്ക് ചെയ്യണം നിർബന്ധമായിട്ട്. അത്തരത്തിലുള്ള വല്ല ആക്ഷനുകളും അവരിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നിർബന്ധമായിട്ട് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ അവർ വ്യസനാന്ന് കേട്ടിട്ടില്ലേ? മദ്യവ്യസന, ഡ്രഗ്സ് വ്യസന, മാദക വസ്തുക്കള വ്യസന. വ്യസനം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ബേജാറാണ്, കന്നഡത്തിൽ ബേജാർ എന്നുള്ള അഡിക്ഷനാണ്. പിന്നെ തിരിച്ചു വരൂല. ഒരു പോയിന്റിലേക്ക് എത്തിയാൽ പിന്നെ ഒരു തിരിച്ചു വരൂല. ഭൂമിന്റെ മേലെ സീത പോയാൽ പിന്നെ കാറ്റില്ല. കാറ്റിലൊരു ഏരിയ കുറച്ചുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കാറ്റില്ല. കാറ്റില്ലാത്ത ഏരിയയിലേക്ക് നമ്മൾ പോകും. അതേപോലെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായം, പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം പ്രൈമറി ലെവലിലുള്ള കുട്ടികൾ തന്നെ ഇത് ഉപയോഗിക്കുന്നു. ചോക്ലേറ്റിലൂടെ, സിഗരറ്റിലൂടെ, പൊടികളിലൂടെ, ബീഡികളിലൂടെ, വേറെ വേറെ വസ്തുക്കളിലൂടെ ഒരു മനുഷ്യന്റെ ദേഹത്തിലേക്ക് ഒരിക്കൽ ലഹരി ഡ്രഗ്സ് കയറി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവസ്ഥ മാറും. 24 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും അത് വേണമെന്ന് തോന്നും. അത് പിന്നെ കിട്ടാൻ വേണ്ടി അവൻ പ്രയത്നിക്കും. അതിന് 5,000, 10,000, 20,000 രൂപ ബലണ്ട് എന്ന് പറയുമ്പോൾ കക്കാൻ തുടങ്ങും. സ്വന്തം പുരയിൽ നിന്ന് പൊന്നും വെള്ളിയും ഒക്കെ കക്കും. കണ്ട ആളെന്ന് കക്കും. ഓന് മദ്യപാനിയാവും, കള്ളനാകും. ഓനെ കൊണ്ടുപോയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് പൊടിപൊടിയാക്കും. ഓന്റെ ലൈഫ് അതോടുകൂടി തീർന്നു. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, എന്റെ മുമ്പിലേക്ക് ചെറുപ്പക്കാരൻ വന്നു. വളരെ സുന്ദരനായ, നല്ല വെളുത്ത, നല്ല നീളമുള്ള, നല്ല മെലിഞ്ഞ, നല്ലൊരു ചന്തത്തൊരു ബാലക്കാരൻ. അയാളെ കൊണ്ടുവന്നത് എന്റെ ഒരു സ്റ്റുഡന്റ് ആയ അവന്റെ ഭാര്യ. ആ പെണ്ണ് പറഞ്ഞു, ഇയാൾക്ക് കുറച്ച് ലെവലെല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്,
ഇയാളിപ്പോ കൺട്രോൾ ആക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉസ്താദ് എന്തെങ്കിലുമൊക്കെ ഉപദേശമോ മന്ത്രമോ നടത്തണം. ഞാനോട് സംസാരിക്കുമ്പോ കണ്ണിങ്ങനെ വേണ്ടി തിരിയുന്നുണ്ട്, ചുണ്ട് വിറക്കുന്നുണ്ട്, കൈകാലുകളൊക്കെ മെല്ലെ വൈബ്രേറ്റ് ആകുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നല്ലൊരു ഡോക്ടറെ അടുത്ത് ആ കുട്ടീനെ അയച്ചു. ഡോക്ടറെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു 24 വയസ്സുള്ള ചെക്കൻ വരുന്നുണ്ട്, കുറച്ച് ലഹരി അഡിക്റ്റഡ്, അയാളെ പറ്റി ഒന്ന് ഡോക്ടർ ചെക്ക് ചെയ്ത് എനിക്ക് റിപ്പോർട്ടാക്കണം. 1 മണിക്കൂർ ശേഷം ഡോക്ടർ വിളിച്ചു, ಹೆಚ್ಚೆಂದರೆ 8 ತಿಂಗಳು, ಅದಕ್ಕಿಂತ ಹೆಚ್ಚು ಈ ಹುಡುಗ ಬದುಕುವುದಿಲ್ಲ. എന്തുകൊണ്ട്? ലങ്സ് പോയിനി, ശ്വാസകോശം പോയിനി, ഹാർട്ട് ആൾമോസ്റ്റ് പോയിനി, കിഡ്നി ഡാമേജ് ആയിനി, ബ്രെയിനിലേക്കും അതിന്റെ എഫക്ട് ബാധിച്ചിനി. 10 പ്രധാനപ്പെട്ട അംഗങ്ങൾ, 10 പ്രധാനപ്പെട്ട ഇന്റർണൽ ഓർഗൻസ് ഡാമേജ് ആയിട്ടുണ്ട്. അത് പെട്ടെന്ന് അതിന്റെ ശക്തി കുറഞ്ഞു 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 വരുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഗുരുകളെ ಹೆಚ್ಚೆಂದರೆ 8 ತಿಂಗಳು, 6 മാസം ആകുമ്പോ ചെക്കൻ മരിച്ചു, മരണപ്പെട്ടു പോയി. 24 വയസ്സുള്ള ചെക്കൻ. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഞാൻ പൂനെയിലായിരുന്നു ജോലി, അവിടെ എന്റെ റൂമിലുണ്ടായിരുന്ന ആൾ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു, എനിക്കത് അറിയില്ല. അവര് ജ്യൂസിലും ചായത്തിലും ഇട്ട് കലക്കി തന്നു. ഞാൻ പിന്നെ അത് ലയിച്ചു പോയപ്പോ അത് വേണമെന്ന് തോന്നി. പിന്നെ എനിക്കിത് മയക്കുമരുന്നെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പൈസ ഇല്ലാതിരിക്കുമ്പോ പൈസ കട്ടു. മുതലാളി ഡ്രൈവറിന് പൈസ കെട്ട മുതലാളി എന്നെ പുറത്താക്കി. ഞാൻ നാട്ടിലേക്ക് വന്നു. കാസർഗോഡ് വന്നപ്പോ അവിടെയും കുറെ പെഡ്ലർമാർ കിട്ടി, അവരുമായിട്ട് സഹവാസാക്കി, അവിടെയും കട്ടു. വേറെ സ്ഥലത്ത് പൈസ കേൾക്കുന്നത്, ഇത് പോയിട്ട് വാങ്ങുന്നത്, കഴിക്കുന്നത്. അതിന് ചെറിയ ചെറിയ സാധനങ്ങൾ, വലിയ കുപ്പി പോലത്തെ സാധനമൊന്നും അല്ല. അത്രയും ഭീകരമായൊരു വസ്തു നമ്മുടെ മുമ്പിലുണ്ട്. അത് സംബന്ധമായ ജാഗ്രത മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് രക്ഷിതാക്കൾ നോക്കണം. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടാൽ, അവരെ കണ്ണ് കണ്ടാൽ, അവരെ പെരുമാറ്റം കണ്ടാൽ, അവരെ തടിയുടെ ക്ഷീണം കണ്ടാൽ, അവരുടെ ആകൃതി കണ്ടാൽ, അവരെ ആക്ഷൻ കണ്ടാൽ ഈ കുട്ടി ഡ്രഗ്സിലേക്ക് മെല്ലെ മെല്ലെ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉണ്ടാവുന്നവരായിട്ട് രക്ഷിതാക്കൾ മാറണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വിഷയം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം പിന്നെ മൊബൈൽ അഡിക്ഷൻ പിന്നെ പറയണ്ട. ലോകത്തിന് പുതിയ രോഗം വന്നിട്ടുണ്ട്, പുതിയൊരു സീക്ക് വന്നിരുന്നു. എയ്ഡ്സ് അല്ല, കൊറോണ അല്ല, പിന്നെന്താണ് ആ രോഗത്തിന്റെ പേര്? ആ രോഗത്തിന്റെ പേര് നോമോഫോബിയ. നോമോഫോബിയ, നോമോഫോബിയ എന്നുള്ള രോഗത്തിന്റെ സിംറ്റംസ് എന്താണ്? ലക്ഷണങ്ങൾ എന്താണ്? കൈകാലുകളെല്ലാം വിറക്ക, തടി വിറക്ക, ഒരു വിചിത്രമായ രൂപത്തിൽ കുട്ടികൾ ഇങ്ങനെ കളിക്ക. അത് കാണുമ്പോൾ ശൈത്താൻ പിടിച്ചെന്ന് തോന്നിട്ട് തങ്ങന്മാർക്ക് ഫോണാക്കും രക്ഷിതാക്കൾ. തങ്ങൾ കണക്കൂട്ടി പറയും, നോ സിഹർ നോ ഐൻ, ഒന്നുമില്ല, എല്ലാം നോർമലാ. ഡോക്ടർ എടുത്ത് പോവും, സൈക്കോളജിസ്റ്റ് എടുത്ത് പോവും, സൈക്കാട്രിസ്റ്റ് എടുത്ത് പോവും, മനോരോഗ വിദഗ്ധന്മാരെ കാണും. എങ്ങനെ പോയാലും ഈ കുട്ടിന്റെ അവസ്ഥ എന്താണ്? ഇയാൾക്ക് മൊബൈൽ രോഗമാണ്. നോമോഫോബിയ എന്ന് പറഞ്ഞാൽ നോ മൊബൈൽ ഫോബിയ. മൊബൈൽ കിട്ടാത്തതിന്റെ പേരിൽ തുടങ്ങിയ ഒരു തരത്തിലുള്ള അസ്വസ്ഥതയാണ് ഈ കുട്ടിന്റെ. ഔദ്യോഗികമായ രോഗമാണ്. പനി പോലെ, ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ, കൊറോണ പോലെ ഒരു സീക്കിന്റെ പേരാണ് നോമോഫോബിയ. അപ്പൊ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ അവരുടെ തമ്പിന്റെ ഇംപ്രഷൻ പോയി, അവരുടെ കണ്ണ് നഷ്ടപ്പെട്ടു, അവരുടെ തലച്ചോറ് നഷ്ടപ്പെട്ടു. ഞാനൊരു കോളേജ് നടത്തുന്നുണ്ട്. ആ കോളേജിൽ PUCയിൽ സയൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോടൊരു വലിയൊരാള് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് നിങ്ങൾ കണ്ണിന്റെ ഡോക്ടറാവാൻ പ്രേരിപ്പിക്കണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്തൽമോളജിസ്റ്റ് ആകണം. അപ്പൊ എന്തുകൊണ്ടാണ് അപ്തൽമോളജിസ്റ്റ് എന്ന് പറയുന്ന കണ്ണിന്റെ തജ്ഞന്മാർക്കുള്ള വില എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാലം വരുന്നുണ്ട്, പെട്ടെന്ന്, വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. നമ്മുടെ തലമുറകൾക്ക് ആർക്കും കണ്ണുണ്ടാവില്ല, എല്ലാവരും കണ്ണ് പൊട്ടിയിട്ടുണ്ടാവും, കണ്ണ് മന്ദായിട്ടുണ്ടാവും. ഗ്ലാസ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ സാധിക്കൂല. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഗ്ലാസ് വേണ്ടി വരും. അവരുടെ ബുദ്ധിക്ക് ഒരു തരത്തിലുള്ള മാന്ദ്യം ഒരു സംഭവിക്കും, സ്ലോനെസ് വരും. അവരുടെ കൈയിന്റെ തമ്പെല്ലാം പോയിട്ടുണ്ടാവും. ആധാർ കാർഡ് ആക്കാൻ പോകുമ്പോൾ, മൊബൈൽ ഫോൺ രജിസ്റ്റർ ആക്കാൻ പോകുമ്പോൾ തമ്പ് വരൂല, എല്ലാം ഗര മാനിട്ടുണ്ട്. ആ ഒരു കാലം ലോകത്തേക്ക് വരും. അപ്പൊ കണ്ണിന്റെ ഡോക്ടറാകാൻ നിങ്ങളെ സ്റ്റുഡൻസിനെ പ്രേരിപ്പിക്കുക. കണ്ണിന്റെ ഡോക്ടർക്ക് ഭയങ്കര ബലമുണ്ട്. എന്തേ? കണ്ണ് കാണാത്ത തലമുറയാണ് വരാൻ പോകുന്നത്. എന്തുകൊണ്ട് കണ്ണ് കാണുന്നില്ല? മൊബൈൽ സ്ക്രീൻ നോക്കി 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 കണ്ണ് ബർണായി പോകുന്ന ആളുകളാണ്. അപ്പൊ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ്. ഞങ്ങളുടെ എല്ലാ ഞാനിപ്പോ പ്രസംഗിക്കുന്ന മൊബൈൽ നോക്കിയിട്ടാണ്. പണ്ട് കിതാബ് നോക്കിയിട്ട് പ്രസംഗിക്കലാണ്. മൊബൈൽ നമ്മൾ വിഷയങ്ങൾ സംഗ്രഹിക്കും, സ്റ്റോർ ചെയ്യും, അത് റിസർച്ച് ചെയ്യും, അത് പഠിക്കും, അത് നോക്കി സംസാരിക്കും. മണിക്കൂറുകൾ സംസാരിക്കും. നമുക്ക് മൊബൈൽ മതി. പണ്ട് എഴുതിക്കൊണ്ടുവന്നിട്ട് കടലാസിൽ നോക്കിയിട്ടാണ് നമ്മളൊക്കെ പ്രസംഗിച്ചിരുന്നത്. പറയുന്ന കാര്യങ്ങൾ തെറ്റാൻ പാടില്ലല്ലോ. അപ്പൊ ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്, വളരെ ആവശ്യമായ സാധനമാണ്. ഫോൺ വിളിക്കാൻ പറ്റും, റിസർച്ച് ആക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, വാഴ കേൾക്കാൻ പറ്റും, കിതാബുകൾ, ദർസുകളുണ്ട്, ഒരുപാട് ദർസുകൾ ഇതിലുണ്ട്.
ഫത്വൽ മുഴുവനും ബുഖാരിയും മുസ്ലിമും ഇഹ്യവും അടക്കമുള്ള ലോകത്തുള്ള എല്ലാ കിതാബിന്റെ ദർസിയിലുണ്ട്. അവ നമുക്ക് കാറിൽ പോകുന്ന സമയത്തൊക്കെ ശരിക്ക് ദർസ് കേട്ടോണ്ട് പോവാം. അതേപോലെ തന്നെ നമുക്ക് വോയിസ് ഓഡിയോ ബുക്കുകളുണ്ട്. ഓഡിയോ ബുക്കുകൾ 300-400 പേജുള്ള പുസ്തകങ്ങൾ, അതിങ്ങനെ പേജ് മറിച്ചിട്ട് വായിച്ച് സമയം കളയാൻ സമയമില്ലാത്ത ആളുകൾക്ക് ഓഡിയോ ബുക്കുകളിലൂടെ അത് കേൾക്കാൻ പോകുന്ന സമയത്ത് ഓഡിയോ ആയിട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്രയും ഉപകാരമുള്ള സാധനമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല. സയൻസിന്റെയും ടെക്നോളജിയുടെയും അത്ഭുതമായ കണ്ടുപിടുത്തമാണ് മൊബൈൽ ഫോൺ. അത്രയും നല്ലൊരു സാധനമാണ് അതിന്റെ ആൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ ദുരുപയോഗം ആകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതിലൂടെ വേറെ വേറെ വിചിത്രമായ ലോകത്തേക്ക് പോകുന്നുണ്ട്. ഒരു മനുഷ്യന് നൈതികത്തെ, നന്മയും ഖൈറും എല്ലാം അതുകൊണ്ട് നശിച്ചു പോകുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തെറ്റുന്നുണ്ട്. തലാഖുകൾ സംഭവിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ തലാഖുകൾ കുറവായിരുന്നു. വഖഫ് ബോർഡിന്റെ ചെയർമാൻ നാസിർ സാർ ഇവിടെ ഉണ്ട്. വഖഫിന്റെ ഓഫീസ് എന്തെല്ലാം പഞ്ചായത്ത് നടക്കുന്നത് ചോദിച്ചു. ഷാഫി ഷാജി ഉസ്താദ് വലിയ ലീഡറാണ് നമ്മുടെ സമുദായത്തിൽ. അയാളുടെ ചോദിക്കുക എത്ര പഞ്ചായത്ത് കേസ് നടക്കുന്നുണ്ട്. മുസ്ലിം കുടുംബങ്ങളിൽ ഡൈവോഴ്സ് ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞ് 2 കാര്യം മുസ്ലിമീങ്ങളില്ല. ഒന്ന് ഡൈവോഴ്സ് ഇല്ല, ഒന്ന് സൂസൈഡ് ഇല്ല. ആത്മഹത്യ മുസ്ലിമീങ്ങൾ ചെയ്യുന്നില്ല. ഇന്ന് ഹൈയസ്റ്റ് മുസ്ലിമീങ്ങളാണ് ഡൈവോഴ്സ് കേസ്, ഹൈയസ്റ്റ് മുസ്ലിമീങ്ങളാണ് തൂങ്ങി മരിക്കുന്നത്, സൂസൈഡ് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ തലമുറകളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളുടെയും ശാപമാണ്, കുട്ടികളുടെയും ശാപമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല. മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച ലോക പ്രശസ്തനായ, ലോകത്തിലെ ഒരു കാലത്ത് ഏറ്റവും വലിയ കോടീശ്വരനായ ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തിന്റെ മകൾക്ക് കമ്പ്യൂട്ടർ കൊടുത്തിരുന്നത് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമാണ്. ഓൺലി 1 hour, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ, 1 ഗಂಟೆ മാത്രം. അവ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് കടം വാങ്ങിയിട്ട് EMI എടുത്തിട്ട് കന്തിൽ ഫോൺ എടുത്തിട്ട് ബജാജിന്റെ ഫൈനാൻസിലേക്ക് ബുക്കാക്കിയിട്ട് ഇത്ര യുദ്ധത്തിന്റെ 10,000 രൂപയുടെ ഫോൺ എടുത്തിട്ട് 24 hours ഫോൺ ഇങ്ങനെ തോണ്ടി നടന്നാൽ നമ്മുടെ ജീവിതം എന്താവും? അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറ്റവും വലിയ ചോദ്യമല്ലേ, നിന്റെ വയസ്സ് നീ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത്. അതുകൊണ്ട് പേരൻസ് മക്കളെ പറ്റി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം, നല്ല ശിക്ഷണം കൊടുക്കണം. ഓപ്പർച്യൂണിറ്റികളുടെ ലോകമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്ത് വിദ്യാഭ്യാസം കൊടുക്കണം തീരുമാനിച്ചിട്ട് ആ വിദ്യാഭ്യാസം കൊടുത്താൽ അവർക്ക് കിട്ടുന്നത് അവകാശങ്ങളുടെ ലോകം, അവസരങ്ങളുടെ ലോകം. എത്ര വേണമെങ്കിൽ പഠിപ്പിക്കുക, ആണുങ്ങൾക്കും പഠിപ്പിക്കും, പെണ്ണുങ്ങൾക്കും പഠിപ്പിക്കും. അവർക്ക് ഇഷ്ടംപോലെ പൈസ ആക്കാനുള്ള സംവിധാനങ്ങൾ ലോകത്തുണ്ട്. അവർ ഡോക്ടർ ആവേണ്ടതില്ല, എഞ്ചിനീയർ ആവേണ്ടതില്ല, അവർ വേറെ എന്തെങ്കിലും കഷ്ടപ്പെട്ട പഠിക്ക് പോകേണ്ടതില്ല. അവർ ജസ്റ്റ് ഒരു ലെക്ചറർ, പ്രൊഫസർ ആയാൽ അവർക്ക് മാസം 2-3 ലക്ഷം രൂപ ശമ്പളം കിട്ടും. 3 ലക്ഷം രൂപ ശമ്പളം കിട്ടും, 4 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഒരാളിനോട് പറഞ്ഞു, ഒരു പ്രൊഫസറിനോട് പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫർ വാങ്ങിത്തരണം, നിങ്ങൾ സിദ്ധരാമയ്യായിട്ടൊക്കെ ടച്ചുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾക്ക് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 1 സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ. അത് ഞാൻ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് എത്ര ശമ്പളം ഉണ്ട്? ഒരു കോളേജിലെ പ്രൊഫസർ. അയാൾ പറഞ്ഞു 4 ലക്ഷം. ഇപ്പൊ ശമ്പളമായി 4 ലക്ഷം രൂപ. പിന്നെ ഡോക്ടർ ആവണം, 24 മണിക്കൂർ ടെൻഷൻ എടുക്കണം, ഓപ്പറേഷൻ ആക്കണം, 24 മണിക്കൂർ ഫോൺ വരുന്നത്, ആസ്പത്രിക്ക് പോകണം, അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാ. PUC സയൻസ് ഡോക്ടർ. ആ ചിന്ത മക്കൾക്ക് വിട്ടുവിടണം. മക്കൾക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് ഗൈഡൻസുകളുണ്ട്, അത് അവർക്ക് ഗൈഡൻസ് കൊടുക്കണം. SLC പരീക്ഷ കഴിഞ്ഞിട്ട് PUCന്റെ എൻട്രൻസിന്റെ സമയം കഴിഞ്ഞിട്ട് അതും കൂടി കഴിഞ്ഞിട്ട് PUCന്റെ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലാസ് വെക്കുന്നത്. എങ്ങനെ? SLC ನಂತರ ಇನ್ನೇನು, SLC ನಂತರ ಇನ್ನೇನಿಲ್ಲ, ಸಮೋಸ ಮಾರಾಟ ಮಾಡುವುದು, ಬದುಕುವುದು ಅಷ್ಟೇ, ಮತ್ತೇನಿಲ್ಲ. ಕಡಲೆ ವ್ಯಾಪಾರ ಮಾಡುವುದು SLC ನಂತರ. കാരണം ട്രെയിനിങ് ഇല്ല. പണ്ട് ഗൾഫിലേക്ക് പോയ പണി കിട്ടിക്കൊണ്ട് നമ്മൾ അബ്ബാസ് ഹാജുണ്ട്, ഇലിമൽ അബ്ബാസ് ഷാ, മക്കത്ത് നമ്മൾ പോയി അയാളെ വീട്ടിൽ താമസിക്കും, അയാൾ ഭക്ഷണം നമുക്ക് നൽകും. അയാൾ എല്ലാ മക്കളും ജനിച്ചത് ഹറമിലാണ്, അല്ലെ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അയാളുണ്ട് കൽക്കട്ടയിൽ. നമുക്ക് പണ്ടേ ജിദ്ദയിൽ പരിചയമുള്ള ആളാണ് മക്കത്തിൽ. അപ്പൊ അവര് അന്ന് ഗൾഫിലേക്ക് പോയി പണിയെടുത്ത് പൈസ ആക്കാൻ പറ്റും. ഇപ്പൊ ഗൾഫിൽ ആർക്കും വേണ്ട. ഗൾഫിൽ IAS നല്ല പ്രൊഫഷനുള്ള വിദ്യയുള്ള ആളുകൾക്ക് മാത്രമേ ജോലിയുള്ളൂ. SLC PUC പഠിച്ച ആൾക്ക് ഗൾഫിൽ ഒരു ജോലിയുമില്ല. സൂപ്പർ മാർക്കറ്റ് 24 hours 365 ദിവസം, പെരുന്നാക്കും ലീവില്ല, വെള്ളിയാഴ്ച ലീവില്ല. ആ പണി മാത്രമേ കിട്ടൂ. ഇത് പൊറുക്കുന്നത് എന്ത്? ബിസ്ലേരിന്റെ ക്യാൻ പൊറുക്കുന്ന പണി, ഡോർ ഡെലിവറി ആക്കുന്ന പണി, ഫ്ലാറ്റിലേക്ക് ബെല്ലടിക്കുന്ന പണി, അത് കിട്ടും. അങ്ങനത്തെ പണി പോലും ആർക്കും വേണ്ടതായിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല പേരിടണം. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ആരോഗ്യമുള്ളവരായിട്ട് വളർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാന്റെ ശേഷം നിങ്ങൾ ദുആ ചെയ്യുന്നത് ആഫിയത്തിന് വേണ്ടിയാണ്. ഈമാൻ കഴിഞ്ഞാൽ നിങ്ങൾ ദുആ ചെയ്യുന്നത് ആഫിയത്തിന് വേണ്ടിയാണ്. രോഗങ്ങളുടെ ദുനിയാവാണ്. ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല എന്ന് പറയാൻ ആർക്കും സാധ്യമില്ലാത്തൊരു കാലഘട്ടം. 35-45 വയസ്സ് കഴിഞ്ഞാൽ മുട്ടുനൊമ്പലും
നടുനമ്പലം, ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, BP, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, അതില്ലാത്തവർ നമ്മുടെ സമുദായത്തിൽ ആരുമില്ലാത്തൊരു പരിസ്ഥിതി വന്നിട്ടുണ്ട്. ആരോഗ്യമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി മദീനത്തെ പള്ളിയിൽ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അഫ്രിഗ് അലയ്യ സബ്ർ, എനിക്കിന്ന് സബർ തരണേ അല്ലാഹ്, സബർ തരണേ അല്ലാഹ്, സബർ തരണേ അല്ലാഹ്. റസൂലുള്ളാഹി അയാളോട് പോയി പറഞ്ഞു, സലില്ലാഹൽ ആഫിയ, നീ സബർ ചോദിക്കണ്ട മോനെ, ആഫിയത്ത് ചോദിക്കേ. സബർ ചോദിച്ചാൽ അതിന്റെ കൂടെ കഷ്ടം വേണ്ടേ, അതിന്റെ കൂടെ രോഗം വേണ്ടേ, വെറുതെ സബർ ചെയ്യാൻ പറ്റുമോ? എന്തിനാണ് സബർ വേണ്ടത്? കഷ്ടത്തിന്റെ സമയത്ത് സബർ. അപ്പൊ സബർ നിങ്ങൾക്ക് തരണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് മുസീബത്തും ബേജാറും ഹലാക്കും തരണം, പിന്നെയാണ് സബർ. അത് ചോദിക്കണ്ട. നിനക്ക് മുസീബത്തും കഷ്ടം പിന്നെ സബർ ചോദിച്ചോ? നീ അള്ളാഹുവിനോട് ചോദിക്കണം, സലില്ലാഹൽ ആഫിയ, ആഫിയത്താണ് നീ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ആരോഗ്യമുള്ള കുട്ടികളായിട്ട് നമ്മൾ വളർത്തണം, അവർക്ക് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുക്കണം. ഞാൻ നിർത്തുകയാണ്, എന്റെ സമയം ഏകദേശം ആയിക്കൊണ്ടുവന്ന് അത് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കഴിവുകൾ നമ്മുടെ ഉമ്മമാർക്ക് പ്രത്യേകമായിട്ടുണ്ടായിരിക്കണം. ഉമ്മമാരുണ്ട് എന്ന് പറഞ്ഞു, എവിടെ ഉണ്ടെന്ന് അറിയില്ല, അവരിത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഉമ്മമാർക്കാണ് ഏറ്റവും വലിയ ട്രെയിനിങ് വേണ്ടത്. അതുകൂടി പറഞ്ഞാൽ ഉമ്മമാർക്കാണ് ലോകത്ത് ഏറ്റവും വലിയ ട്രെയിനിങ് വേണ്ടത്. ചെറിയ പ്രായത്തിൽ 16, 17, 18 വയസ്സിൽ ഉമ്മമാരാകാൻ, നമ്മുടെ ഗർഭം ധരിക്കാൻ. ഇപ്പൊ പിന്നെ ഗവൺമെന്റിന്റെ ഓർഡറിലോട് 18ന്റെ ശേഷം കല്യാണം കഴിക്കുന്നുള്ളൂ. മുമ്പൊക്കെ 14, 13 വയസ്സിൽ കല്യാണം കഴിച്ച് അപ്പൊ തന്നെ കുട്ടികളായി. ഏറ്റവും വലിയ ജവാബ്ദാരി ചെറിയ പ്രായത്തിൽ വരുന്നവരാണ് ഉമ്മമാർ. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവരാണ് മദ്രസ. അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ഖൗമൻ ത്വയ്യിബൽ അഅറാഖി. നിന്റെ ഉമ്മയാണ് നിന്റെ ഏറ്റവും ആദ്യത്തെ മദ്രസ. തായിയെ മുതല പാഠശാല നിങ്ങൾ ഗാഥ കേട്ടിട്ടുണ്ടാവും സ്കൂളിൽ. അപ്പൊ അൽ ഉമ്മു മദ്രസത്തുൻ, ഉമ്മ മദ്രസയാണ്. ഇതാ അഅദത്തഹ, ആ മദ്രസയെ നീ പ്രിപ്പയർ ചെയ്താൽ, നല്ല മദ്രസ, നല്ല ബോർഡ്, നല്ല സ്മാർട്ട് ക്ലാസുകൾ, നല്ല ഡെസ്ക്, നല്ല ബെഞ്ച്, നല്ല AC, നല്ല ക്ലാസ് റൂം, സ്മാർട്ട് റൂം, ഇതൊക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ടാൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടും. അതുകൊണ്ട് അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ഖൗമൻ ത്വയ്യിബൽ അറാഖി. വേര് ഗട്ടിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഉമ്മക്ക് നീ ട്രെയിനിങ് കൊടുക്കണം. ഉമ്മയാണ് മദ്രസ. ആരാണ് ഉസ്താദുൽ അസാതീർ? നമ്മുടെ കാലത്ത് ശൈഖുന താജുശ്ശേരി അലി കുഞ്ഞ് ഉസ്താദിനെ പറ്റി നമ്മൾ ഉസ്താദുൽ അസാതീർ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ശൈഖുന OK ഉസ്താദ് ബഹറുൽ ഉലൂം, AP ഉസ്താദിന്റെ ഉസ്താദ്. കേരളത്തിലെ ഒട്ടുമിക്ക ആലിമീങ്ങളുടെയും പരമ്പര പോയി മുട്ടുന്നത് ബഹറുൽ ഉലൂം OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉസ്താദിനാണ്. OK ഉസ്താദ്, ഉസ്താദുൽ അസാതീർ. ഇബ്രാഹിം അൽ ഹനഫി എന്ന കവി പറയുന്നു, യഥാർത്ഥത്തിലുള്ള ഉസ്താദുൽ അസാതിദ ആരാണറിയോ? അൽ ഉമ്മു ഉസ്താദുൽ അസാതിദത്തില്ലതി. ഉമ്മയാണ് ഉസ്താദുൽ അസാതിദത്ത്. ഉസ്താദുമാരുടെ ഉസ്താദ് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മക്ക് ട്രെയിനിങ് കൊടുക്കണം. മഹിളാ കോളേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ 25 കൊല്ലം മുമ്പ് കുമ്രയിൽ മർക്കസുൽ ഹുദ എന്ന സ്ഥാപനം തുടങ്ങി 5000-ത്തിലധികം പെൺകുട്ടികൾ അതിൽ പഠിച്ചു. ഇന്നതിൽ 800 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. എന്തിന്റെ ട്രെയിനിങ്? ബീയിങ് എ ഗുഡ് മദർ. നല്ല ഉമ്മ ആകുന്ന എങ്ങനെയാന്നുള്ളത്. ഡോക്ടർ, എഞ്ചിനീയർ, പ്രൊഫഷണൽ, ലോയർ, CA എല്ലാം വേറെ, അതൊക്കെ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്യും. അതോടൊപ്പം നല്ല ഉമ്മ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരു ഉപ്പ ഒരു മോനെ കൊണ്ടുവന്നു. അതുകൂടി പറഞ്ഞു നിർത്താം അല്ലെ. ഞാൻ പെട്ടെന്ന് നിർത്തുന്ന എല്ലാവർക്കും സമാധാനമല്ലേ? നിർത്തില്ലെങ്കിലും കേൾക്കുമ്പോൾ ഒരു കൊസി. അവ ഞാൻ പെട്ടെന്ന് നിർത്താം. അവ ഞാൻ എന്താ പറയുന്നത്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഉപ്പ ഒരു മോന്റെ കൈ രണ്ടും ബാക്കിലേക്ക് കെട്ടിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ആ ഉപ്പ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ളറബ ബിനി ഹാദാ ളറബ നബിനി ബി ഹാദാ. ഈ മകൻ എന്നെ അടിച്ചു അമീറുൽ മുഅ്മിനീൻ. അപ്പൊ ഉമറുൽ ഫാറൂഖ് സ്ട്രോങ് അല്ല ആള്. ചാട്ടിയെടുത്ത് ളറബത അബാക, ഉപ്പാനടിച്ച് ഹാംക്കിയാന്ന് അടിക്കാൻ പോയി. അപ്പൊ ആ മകൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിക്വസ്റ്റ് ചെയ്തു, യാ അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവര് ചെല്ലി പോലെ കേൾക്കണം, അവരെ മുമ്പിൽ നടക്കാൻ പാടില്ല, അവരുടെ ഒച്ചയിട്ട് മുണ്ടാൻ കയ്യ, ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ സമ്മതിക്കാം. മാതാപിതാക്കൾക്ക് നമ്മളെ മേലെ ഹക്ക് എന്തുമില്ലേ? ഞമ്മെല്ലാം മാതാപിതാക്കളെ ഗുലാമന്മാരായിട്ട് കഴിയണം. മാതാപിതാക്കൾ നമ്മളെ മേലെ എന്ത് ബാധ്യതയില്ലേ എന്ന് ചോദിച്ചു ഈ ചെക്കൻ. ആര്? ഉപ്പാ കടിച്ച ചെക്കൻ. അപ്പൊ അമീറുൽ മുഅ്മിനീൻ ഉണ്ട് മാഹിയ ഓൻ ചോദിക്കുന്ന കിടാവും, അതെന്താണ് നിങ്ങൾ പറയും. അപ്പൊ അമീറുൽ മുഅ്മിനീൻ കുറെ ഉണ്ട്. 3 പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് ചാട്ടി താഴെ വെച്ചിട്ട് ഈ കിടാവിന് ക്ലാസ് എടുക്കാൻ തുടങ്ങി. മോനി, ഉപ്പാ കടിച്ച മോനി. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അതിനോട് ആ കുട്ടിയോട് പറഞ്ഞു, ഒന്നാമത്തത് മകന്റെ പേര് നന്നാക്കുക എന്നുള്ളതാണ്. പേര് നന്നാക്കുക. നിങ്ങൾ മക്കൾക്ക് പേര് വെക്കുമ്പോൾ നല്ല പേര് വെക്കണം. ആ
പേരിങ്ങനെ മക്കളെ വിളിച്ചാകുമ്പോ ആ പേരിനൊരു ബർക്കത്തുണ്ടാവും. ഷാഫി സാദിക്ക് എന്ന് പേര്. എല്ലാവരും ഷാഫി 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 എന്ന് വെക്കുമ്പോഴേക്ക് ഒരുപാട് ആളുകളുടെ പ്രശ്നം പരിഹരിക്കുന്ന ആള് എന്ന് ഷാഫിക്ക് അർത്ഥമുണ്ട്. ഒരുപാട് ആളുകളുടെ സീക്കിന് മരുന്ന് കൊടുക്കുന്ന ആള്, അത് തടിന്റെ സീക്കാവുന്നില്ല, മെഡിക്കൽ ഡോക്ടർ ആണെന്നില്ല, അങ്ങനത്തെ കുറെ സീക്കുകൾക്ക് മരുന്ന് കൊടുക്കുന്ന ആളെന്ന് അർത്ഥമുണ്ട്. ഷാഫി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആൾ നടത്തുന്നുണ്ട്. സിദ്ധരാമയ്യ റെക്കമെൻഡ് ആക്കാനും DK ശിവകുമാർ റെക്കമെൻഡ് ആക്കാനും എന്താ വേണം നമുക്ക്. അപ്പൊ ഷാഫി എന്ന് പറയുമ്പോൾ അയാളുടെ പേരെന്താ നന്നായി. നാസിർ, എല്ലാവർക്കും സഹായിക്കുന്ന ആൾ. അതിന്റെ അർത്ഥതാണ്. ഞാൻ ബാംഗ്ലൂർ മദ്രസ നടത്തുന്നുണ്ട്, നാസിറാക്കാൻ എന്റെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ നമുക്ക് പ്ലൈവുഡ് വേണം, ക്ലാസ് പാർട്ടീഷൻ ചെയ്യണം, അപ്പൊ തന്നെ പ്ലൈവുഡ്. ഞാൻ ബില്ലൊന്നും വേണ്ട, ഫ്രീ. നാസിർ, എല്ലാവരും നാസിർ എല്ലാവരും, നിങ്ങൾ എല്ലാവരും പ്ലൈവുഡ് കേൾക്കാൻ പോണ്ട. നമുക്ക് മാത്രം, നമ്മളെ പേരന്റ് ആയതുകൊണ്ട് എല്ലാവരും അയാളുടെ പ്ലൈവുഡ് ചോദിക്കാൻ പോണ്ട. ബിസിനസ് ആക്കി ഫ്രീ ചോദിക്കാൻ പോണ്ട. അള്ളാഹു അദ്ദേഹത്തിനും ഉപ്പ ലക്കിസ അബൂബക്കർ ഹാജി, എന്റെ ഉപ്പ മർഹൂം MS മൂസ മുസ്ലിയാർ, അദ്ദേഹം ബൈക്കമ്പാടി പള്ളിയിൽ മുദരിസായ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉപ്പ ലക്കിസ അബൂബക്കറാക്ക അവിടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ മൂത്താപ്പ BK ആചാരുന്നുണ്ടായി, അയാൾ അവിടെ പ്രസിഡന്റാണ്. എന്റെ ശേഷം അബൂബക്കർ ഹാജി പ്രസിഡന്റായി. എന്നോടൊക്കെ നല്ല സ്നേഹമായി അദ്ദേഹത്തിന്റെ ഉപ്പാക്ക്. ഞാൻ മുത്താലിമായ സമയത്ത് കുറെ അദ്ദേഹം പൈസ തന്നി മർക്കസിലേക്കൊക്കെ പോകുന്ന സമയത്ത്. അന്ന് ഞാനവിടെ പോയി SSF ആക്കിയപ്പോൾ നാസറാക്ക അവിടെ പ്രസിഡന്റായി 25-30 കൊല്ലങ്ങൾക്കപ്പുറം. അപ്പൊ നല്ല പേരെ പറ്റി എല്ലാം വിളിച്ചാകുമ്പോൾ അങ്ങനെ ആയിത്തീരും, അങ്ങനെ മനുഷ്യനായിത്തീരും. അപ്പൊ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു നല്ല പേര്. അപ്പൊ ഈ കിടാവ് പറഞ്ഞു സമ്മാനി അബി ജുഅല, എന്റെ ഉപ്പ എനിക്ക് പേര് വെച്ചത് കുറുടക്കെന്നാണ്. പറഞ്ഞ അതിന്റെ അർത്ഥം നമ്മൾ കുറുടക്കല്ലേ പറഞ്ഞ് അത് എന്നാണ്. ഓ, അങ്ങനെ നിന്റെ ഉപ്പ പേര് വെച്ചിനാ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ എന്തെന്ന് ചോദിച്ചു. ഈ കിടാവ് ഭയങ്കര ഉഷാറുണ്ട്. അയാൾ ചോദിച്ചു എന്താണ് രണ്ടാമത്തത്. അപ്പൊ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മ നല്ല ബോധമുള്ള ഉമ്മ ആയിരിക്കണം. അതിന്റെ അർത്ഥം നിന്റെ ഉപ്പ കല്യാണം കഴിക്കുന്ന പെണ്ണ് നല്ല ബോധമുള്ള, ദീനുള്ള, അദബുള്ള, കുരുത്തമുള്ള, തറവാടിത്തമുള്ള പെണ്ണായിരിക്കണം. അപ്പൊ ഈ കുട്ടി ഉമർ ഫാറൂഖിനോട് പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ ഉമ്മി അമത്തുൻ സിന്ദിയത്തുൻ, എന്റെ ഉമ്മ ഒരു സിന്ധി അടിമയാണ്. ആ ഉമ്മാനെ ഉപ്പ പർച്ചേസ് ആക്കിയത് സന്ധ്യക്ക് പോയിട്ട് 400 രൂപ കൊടുത്തിട്ടാണ്. അങ്ങനത്തെ ഉമ്മന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു അതബും ഇല്ല, കുരുത്തം ഇല്ലാത്ത ഒരു ലാട്ട് ബോർഡ് തറവാടിൽ വന്ന് തറവാടേ ഇല്ലാത്ത ആളാണ് എന്റെ ഉമ്മ. മാർക്കറ്റിൽ പോയിട്ട് അടിമച്ചന്തയിൽ പോയിട്ട് പർച്ചേസ് ആക്കിയതാണ് എന്റെ ഉമ്മയെ. അടിമച്ചന്തയിൽ പോയതൊക്കെ മോശമൊന്നുമല്ല, വലിയ മഹാന്മാർക്ക് അടിമച്ചന്തയിലെ കൊണ്ട് വിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഹാബുകൾ ഏറ്റവും പ്രമുഖനായ സൽമാൻ ഫാരിസ് ഒരുപാട് കാലം അടിമയായിട്ടുണ്ടായിരുന്നു. അങ്ങനല്ല, ഇനി എന്തും ഇല്ലാതൊരു സിന്ധി അടിമ, ഒരു ജാഹിൽ മുറക്കമായ ഒരു ഉമ്മ, അതാണ് എന്റെ ഉമ്മ. അപ്പൊ ഉമർ ഫാറൂഖ് തങ്ങൾ പിന്നെ കുറച്ച് കൂളായി. മൂന്നാമത് പിന്നെന്താണ് അയ്യുഅല്ലിമുൽ ഖുർആൻ, ദീൻ പഠിപ്പിക്കണം. എനിക്ക് അക്ഷര അലിഫ് പഠിപ്പിച്ചില്ല. അപ്പോ മോനെ അടിക്കാനെടുത്ത ചാട്ടി എടുത്തിട്ട് ഉപ്പാക്ക് ഉമർ ഫാറൂഖ് അടിച്ചു. അവൻ നിന്നെ ഇടങ്ങേറാക്കുന്നതിന് മുമ്പ് നീ നിന്റെ മോനെ ഇടങ്ങേറാക്കി, അതുകൊണ്ട് നീയാണ് അപരാധി എന്ന് പെട്ടെന്ന് ഉമർ ഫാറൂഖ് നിങ്ങളെ ഉപ്പാക്ക് അടിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഉമ്മവാപ്പന്മാര് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിൽ ഏറ്റവും നല്ല ശ്രമങ്ങൾ നടത്തണം. അതല്ലെങ്കിൽ അവരുടെ ജീവിതം വളരെയധികം മോശമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്ട് പ്ലൈവുഡ് കേൾക്കലാ. ഞാൻ നിർത്തുന്നു, ഒറിജിനൽ നിർത്തുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷാഫി സാഹിബ് ഉസ്താദുണ്ട്, നമ്മുടെ DI കയറങ്ങൾ നമുക്ക് വലിയൊരു മഹബൂബായ മനുഷ്യനാണ്. എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടിരിക്കണം. അയാളുടെ ഒരു മുഞ്ചാന മാത്തുന്ന് പറഞ്ഞിട്ടൊരു എത്രയായി 1111 സുബ്ഹാനല്ലാഹ്. പുതിയ പുതിയ ചിന്തനകളും അത് എങ്ങനെ അയാൾക്ക് ഓർമ്മ വരുന്നത്, എപ്പോ അയാൾ സർച്ചാക്കാതെ എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ലത് ചില സ്കൂളിലും ചില അവിടെയൊക്കെ DI അബൂബക്കർ കൈറങ്ങളായിട്ട് അവർ എഴുതി വെക്കുന്നത്. അവർ വിചാരിച്ചിട്ട് DI ഇല്ലെങ്കിൽ കൂമ്പിനെ പോലത്തെ ആളെന്ന്. അങ്ങനത്തെ ആളെന്നെ ഒരു മിനി കൂമ്പ് തന്നെയാണ്. പക്ഷേ ഏത് സാധുവായൊരു മനുഷ്യന് നമ്മുടെ സുന്നത്തെ മാതിരി പ്രവർത്തകൻ ബാബാജിന്റെ കൂടെ അള്ളം സാർ നമ്മളെ പരിചയപ്പെട്ടു. പിന്നെ അയാൾ സ്വന്തം മദറങ്കിയാക്കി. പിന്നെ എന്റെ നാട്ടിലെ കേസിലുള്ള ഓക്സിജൻ തണ്ണിയാക്കി. നമ്മൾ പരിപാടി നടത്തുമ്പോൾ എല്ലാം നമുക്ക് ഫ്രീ തണ്ണി തന്നു. അങ്ങനെ മുങ്ങിയതൊന്നും അറിയില്ല. രണ്ടാമത് അദ്ദേഹം പൊങ്ങി. അൽഹംദുലില്ലാഹ് നല്ലൊരു പ്രവർത്തകനാണ്. ഒരു ഇന്നോവേഷൻ, ഒരു പുതുമ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അല്ലാഹു തആല ഖൈർ നൽകട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്തും സന്തോഷവും നൽകട്ടെ. അതേപോലെ നമ്മുടെ കൽക്കട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ റസൂലി, അദ്ദേഹം കൽക്കട്ട എന്നുള്ള പേര് ലോകത്തേക്ക് എത്തിച്ച അദ്ദേഹം
അള്ളാഹു അദ്ദേഹത്തിനും നല്ല ഖൈർ നൽകട്ടെ. അതേപോലെ നമ്മുടെ നാസിർ ലക്കിസ്ഥാൻ ഇപ്പൊ പറഞ്ഞു, ഷാഫി ദർസ് നമ്മുടെ സമുദായത്തിന്റെ ഒരു അഭിമാനമാണ്. അദ്ദേഹം വഖഫ് ബോർഡിന്റെ ചെയർമാനായി, വഖഫ് കൗൺസിലിന്റെ അതിനേക്കാളും ഏൽപ്പിച്ചാതെ കൂറത്ത് ജില്ലയെ പോലെ മുമ്പ് വഖഫ് ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ അതിനേക്കാളും വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് ഏൽപ്പിച്ച കൂറത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല സ്ഥാനങ്ങൾ അധികരിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കട്ടെ. നല്ലൊരു മനുഷ്യനാണ്, കിബറും അഹങ്കാരങ്ങളൊന്നുമില്ലാത്ത, ജനങ്ങളോടൊക്കെ ഇടപഴകുന്ന ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് ഉള്ള ഒരു സിംപ്ലിസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. സരള സജ്ജനിക്കൊപ്പ വ്യക്തിത്വം. ഷാഫി ഷാരി SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു, മുസ്ലിം ജമാഅത്തിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. സുന്നി സംഘ കുടുംബത്തിൽ സജീവമായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ വഖഫ് കൗൺസിലിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനം വലിയ സ്ഥാനമാണ്. അത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ചില ആദരവ് ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ KH ഇസ്മായിൽ ഷാരി ബാംഗ്ലൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നു. ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ്. അദ്ദേഹം സജീവമായൊരു സുന്നി പ്രവർത്തകനാണ്. ബാംഗ്ലൂർ ജില്ലയുടെ മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അയക്കായിരുന്നു. അതിന് ഷാളുണ്ട് ഇന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതേപോലെ നമ്മുടെ എല്ലാ നേതാക്കൾക്കും, മമതാജ് കണ്ടികടക്കം സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ഉമറാക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, എല്ലാ നേതാക്കൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും റാഹത്തും നൽകട്ടെ. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം അല്ലാഹു ഉജ്ജ്വലമായ നല്ല ഭാവി അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങൾ ഈ പോഷക സമാവേശ 2 വിളിച്ചാൽ നമുക്കൊന്ന് സംസാരിക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു പള്ളിയിൽ പരിപാടി ഞാൻ DAനോട് പറഞ്ഞു, മൈക്ക് ശരി ഉണ്ടാവില്ല, ആളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മൂട് കിട്ടൂല എന്ന് പറഞ്ഞു. പക്ഷെ അതിനെല്ലാം ഉൾട്ടായിട്ട് നല്ല മൈക്ക്, നല്ല ജനങ്ങൾ, നല്ല യുവാക്കൾ എല്ലാം ഒരുമിച്ച് കൂടി ഒരു മാതൃയോഗ്യമായ ഒരു ക്ലാസ് ഇവിടെ ആയിട്ടുണ്ട്. നവയ്തുൽ ഇഅ്തികാഫി അദൽ മുസ്ലിം ഇല്ലാഹി തആല എന്ന ഇഅ്തികാഫിന്റെ നിയത്ത് മറന്നുപോയ ആളുകൾ ഈ നിയത്ത് ഞാൻ ആദ്യം മുതലേ ഇഅ്തികാഫ് ഇരുന്നു ഇപ്പൊ കരുതിയാൽ മതി. മിൻ അവ്വലിഹി എന്ന് കരുതിയാൽ, ആദ്യം മുതലേ ഞാൻ കരുതിയാൽ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള കൂലി കിട്ടും. അള്ളാഹു നമ്മുടെ എല്ലാ നേതാക്കൾക്കും ഖൈറും ബർക്കത്തും റാഹത്തും, നമ്മുടെ മുഹമ്മദ് മാഷ് അടക്കമുള്ള ഈ ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുന്ന സർവ്വ നേതാക്കൾക്കും അള്ളാഹു, ഇനിയ കുറെ ആളുകളുണ്ട്, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതേപോലെ നമ്മുടെ പൊടിയാജിക്ക് അള്ളാഹു തആല കാമിലായ ആഫിയത്തോടുകൂടി നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് സന്തോഷത്തെ തിരിച്ചു വന്ന് നമ്മുടെ ദീനി പ്രവർത്തനങ്ങളൊക്കെ സഹകരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ പ്രസിഡന്റ് റഷീദ് മൻസൂർ ഹാജി, അതേപോലെ ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ട ഇതിന് സഹകരിച്ച സർവ്വ ആളുകൾക്കും അല്ലാഹു ദീനിലും ദുനിയാവിലും അല്ലാഹു ഖൈറും റാഹത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.